ഗ്യാസ് ഇത്രയും പെട്ടെന്ന് തീർന്നോ? എന്താ അമ്മ, 60 ദിവസമൊക്കെ നിൽക്കുന്നതല്ലേ? ഇപ്പം പുതിയ നിറച്ചിട്ട് 1 മാസം കൂടി ആയിട്ടില്ല. ചോറ് വെക്കണതും വെള്ളം തിളപ്പിക്കണതൊക്കെ അടുപ്പിലായിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും കറികളോ ചായ ഉണ്ടാക്കാൻ മാത്രമേ ഞാൻ ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പൊ മഴയായതുകൊണ്ട് തീരെ അങ്ങനെ കത്തിക്കണില്ല. അല്ലെങ്കിലും ആ അടുപ്പൊന്നും കത്തണില്ലേ, ഓലയൊക്കെ നനഞ്ഞു കിടക്കുക. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞത്. എന്നാലും ഗ്യാസ് പെട്ടെന്ന് തീർന്നു പറഞ്ഞാ ഞാൻ എന്താക്കാനമ്മ? ആ കൂടി ഇതാ 200 രൂപ എൻ്റെ ബാക്കിയുള്ളൂ. അതും പറഞ്ഞിട്ട് ഗ്യാസ് നിറയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ? പണികളൊന്നും നടക്കില്ല. എന്തായാലും ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് 1 മാസമൊക്കെ എടുക്കും വരാൻ. നീ ഒരു കാര്യം ചെയ്യ്, പോകുമ്പോൾ നേരിട്ട് ഗോഡൗണിൽ പോയി പറയും. അതാണെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് എന്നെ കൊണ്ടു തരും അവര്. ഇന്നെ കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെ പൈസ കൊടുക്കും അമ്മ? ഇപ്പൊ 15-ാം തീയതിയിലായിട്ടുള്ളൂ. ഇനി 15 ദിവസം കഴിയണം ശമ്പളം കിട്ടാൻ. ഞാൻ ഇപ്പൊ തൽക്കാലം ആ സുമന്റെ നിന്ന് വാങ്ങിയിട്ടേ ഗ്യാസ് വരുമ്പോ ആ പൈസ കൊടുക്ക. നീ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ അവൾക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിലും ഗ്യാസ് രണ്ടും ഒന്നും നടക്കില്ല മോളെ. ഊതിയിട്ട് അടുപ്പിലൊക്കെ നിൽക്കാൻ പറ്റുമോ? അമ്മ എന്തേലും ചെയ്യേ. അല്ല, എനിക്ക് ചോറാക്കിയോ? ചോറൊന്നും ആക്കിയിട്ടില്ല. എന്താ കടല വേവിക്കാൻ വെച്ചിട്ട് 4 വിസിലാക്കുമ്പോഴേക്കും അത് ഓഫായി കിടക്കണോ? ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും വേണ്ട ഞാൻ നോക്കണത്. തൽക്കാലം നീ ഉച്ചയ്ക്ക് പുറത്ത് നടന്നെങ്കിൽ വാങ്ങിച്ച് കഴിക്കേ. ഒരു ഊണിന് 50 രൂപ കൊടുക്കണം. ചായയും വെള്ളമൊന്നും കുടിക്കാണ്ട 1 രൂപ സേവ് ചെയ്തിട്ട് ഇവിടെ കുടുംബത്തിന് വേണ്ടി ഇറക്കണത്. ഇത്രയും അറിഞ്ഞിട്ട് അമ്മ തന്നെ ഇങ്ങനെ സംസാരിച്ചോ? എനിക്ക് ആ കൂടി 8000 രൂപയുള്ളൂ സാലറി. 8000 രൂപ ശമ്പളം ഇല്ലേ മോളെ? ഇവിടെ ഇപ്പൊ എന്ത് ചെലവുണ്ട് വേണ്ട? നീ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയാൻ നിൽക്കല്ലേ. അവൾക്ക് ഫീസ് 2500 കൊടുത്തില്ലേ? കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വേണ്ടേ അതിന് 1200 തന്നു. ഇതാ മുസ്തഖന്റെ കടയിൽ ഇന്നലെ പൈസ കൊടുത്തത് പലചരക്കിന്റെ പറ്റെന്നൊക്കെ പറഞ്ഞിട്ടേ 1450. എൻ്റെ അമ്മ, എനിക്ക് ബസ്സിന് പോകാൻ 600 രൂപ വേണം. ഞാൻ എന്താ എല്ലാം കണക്ക് എഴുതിക്കൊണ്ടിരിക്കാവോ? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. എൻ്റെ മോളെ, കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതിന് ഇങ്ങനെ കണക്ക് പറയാൻ നിൽക്കല്ലേ. ഗ്യാസ് ഒന്ന് കഴിഞ്ഞു, ഒന്ന് നിറച്ചാടി ഇന്നലെ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഊതിയിട്ട് ഇവിടെയൊക്കെ വേദന എടുക്കുന്നത്. അതുകൊണ്ടാണ് അടുപ്പിൽ കത്തിക്കണില്ല പറഞ്ഞത്. എൻ്റെ അമ്മ, ഞാൻ ആരും കുറ്റപ്പെടുത്തിയല്ല. നിങ്ങളെന്താ എന്നെ മനസ്സിലാക്കാത്തത്? 16-ാമത്തെ വയസ്സിൽ പണിക്കിറങ്ങിയതാ. ഇപ്പൊ 10 വർഷമായി. ഇന്നവരെയായിട്ട് 1 രൂപ പോലും ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊന്ന് വഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പണിക്കോ പാട്ടിനോ പോവായിരുന്നു. ഇതിപ്പോ ഒരു കാലുവേദന കാരണം മനുഷ്യന് എത്ര നേരം നിൽക്കാനും കഴിയുന്നില്ലല്ലോ. മക്കളുടെ മുന്നിൽ 1 രൂപയ്ക്ക് പോലും കൈനീട്ട് വന്നാലേ ദൈവമേ. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടമ്മ. അതിനിടയ്ക്ക് അമ്മേനെ എന്നെ മനസ്സിലാക്കാണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. എന്തായാലും അമ്മ സുമേഷിൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ടേ ഗ്യാസ് വരികയാണെങ്കിൽ കൊടുത്തോ. ഞാൻ പോകുന്ന വഴിക്ക് ഗോഡൗണിൽ പറയാം. എന്തായാലും ഗ്യാസൊക്കെ വരാൻ ചിലപ്പോൾ ഉച്ചയോ വൈകുന്നേരമൊക്കെ ആവും. ഞാനാണെങ്കിൽ ചായക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പെണ്ണ് എണിച്ച് കഴിഞ്ഞ് ഇനി എന്തെങ്കിലുമൊക്കെ വേണം പറയും. നീ ഒരു കാര്യം ചെയ്യേ, പോകുന്ന വഴിക്ക് ആ ഭാസ്കരൻ്റെ ചായക്കടയിൽ നിന്ന് 2 മസാല ദോശ പറഞ്ഞിട്ട് പോ. ആ രാകേഷ് ഉണ്ടെങ്കിൽ കൊണ്ടുതരും. അല്ലെങ്കിൽ പിന്നെ ഗീതുവിന് വിടാൻ ഞാൻ. ശരി അമ്മ. എടി പെണ്ണേ, ഇതെന്ത് ഉറക്കുക? ഇത്ര സമയായി, ഒന്ന് എണിക്കേ. എന്താ അമ്മ, ക്ലാസ് ഇല്ലല്ലോ, സ്റ്റഡി ലീവ് അല്ലേ? നേരത്തെ എണീറ്റിപ്പോ ഞാൻ എന്താക്കാനാ? സ്റ്റഡി ലീവ് എന്തിനാ തന്നത്? ഇങ്ങനെ കിടന്നുറങ്ങാനാ? പഠിക്കാൻ വേണ്ടിട്ടല്ലേ? എണീറ്റ് പോയി കുളിച്ചിട്ട് 2 അക്ഷരം പഠിക്കാൻ നോക്ക്. ഇത് ലാസ്റ്റ് ഇയർ അല്ലേ? എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ. അല്ല, ഇത്ര നേരം ചായ കിട്ടിയില്ല. ചായയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. അതൊക്കെ ഇപ്പൊ തണുത്ത് പോയിട്ടുണ്ടാകും. ഇനിയിപ്പോ അടുപ്പിൽ പോയി ചൂടാക്കാനൊന്നും എനിക്ക് കഴിയില്ല. നീ പോയിട്ട് വേഗം എണിച്ച് കുളിക്ക്. അമ്മ, കഴിക്കാൻ എന്താ ഉണ്ടാക്കി? കഴിക്കാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ എണിച്ചപ്പോഴേക്കും അതാ ഗ്യാസ് തീർന്നിരിക്കണോ. അവളുടെ അടുത്ത് അതൊന്ന് നിറച്ചതാ പറഞ്ഞതിനെ എത്രയും നേരം കണക്ക് പറഞ്ഞിട്ടാ പെണ്ണ് പോയിരിക്കണത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എണിച്ചിട്ട് കുളിച്ചിട്ട് ഭാസ്കരന്റെ ചായക്കടയിലൊന്ന് പോയിട്ട് ദോശയോ ഇഡലിയോ എന്തെങ്കിലും വാങ്ങിട്ട് വാ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ തിരക്കാണെങ്കിലേ ആ ചെക്കന്മാർ ചിലപ്പോ കൊണ്ടുവരില്ല. അല്ല, അപ്പൊ പൈസയോ? പൈസ എൻ്റെ എവിടുന്നാ? എന്തെങ്കിലും തന്നായില്ലേ നിനക്കെടുത്ത് തരാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ അവളുടെ പേരും പറഞ്ഞിട്ട് വാങ്ങിട്ട് വന്നാൽ മതി. അമ്മ, 2 മിനിറ്റ് കൂടി കിടന്നിട്ട് എണിക്കാം. വീഡിയോ ഒന്ന് എണീറ്റ് പോ. വിശന്നിട്ട് മനുഷ്യനും കണ്ണ് കാണുന്നില്ല. ഇനി ഇപ്പൊ ഭക്ഷണം സമയത്തിന് കഴിച്ചില്ലെങ്കിലേ ദിവസം മുഴുവൻ തലവേദന കഴിച്ചിട്ട് കഴിയില്ല. വേഗം പോവാൻ നോക്ക്. അമ്മേ, ഞാൻ പോണു. ഒന്ന് ബ്രഷ് ചെയ്യട്ടെ. അല്ലാത്ത കഷ്ടമാണ് ഞാൻ അവനെ കൊണ്ട്. എന്താ സൗദാമിനി?
ആരോഗ്യൊക്കെ ആ ഒന്നുമില്ല കൃഷ്ണേട്ടാ, ചെറിയ മകളെ ഭാസ്കരേട്ട ചായക്കടി പോയിട്ടുണ്ടായിരുന്നു, അവളെ നോക്കി നിൽക്കുക. ആ അല്ല, നമ്മുടെ വലിയ കൊച്ചിന് എന്തെങ്കിലും ആയോ? എന്താകാൻ, അവൾക്ക് ഇപ്പൊ ഒന്നും കല്യാണം നോക്കണില്ല. എന്താ സൗദാമിനി, ആ കുട്ടിക്ക് 16 വയസ്സായില്ലേ, ഇനി എപ്പോഴാ നോക്കുക? നല്ല പ്രായമല്ല, അങ്ങ് നടത്തിവിട്. 26 വയസ്സായ പണ്ട് ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടാ? അവളാ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇളയവളിനെ പഠിപ്പിക്കണ്ടേ, വീട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വന്ന് ചെയ്തു തരുമോ? ആ കുട്ടി എത്രാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ? അവളുടെ അച്ഛൻ പോയപ്പോൾ തുടങ്ങിയതല്ലേ പണിക്കിറങ്ങേ? അപ്പം രാഘവേട്ടൻ പോയിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ? അതീന്ന് എൻ്റെ കയ്യിലേ നല്ലൊരു കൂട്ടർ വന്നിട്ടുണ്ട്, ഞാനിതിപ്പോൾ പറയാൻ വേണ്ടി വന്നതാ. എന്താണെങ്കിലും വേണ്ട, അത് ഞാൻ നിങ്ങളുടെ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ കൃഷ്ണേട്ടാ, പിന്നെ എന്തിനാ ഇപ്പം നിങ്ങൾ ഇതും കൊണ്ട് വന്നത്? ഇതൊരു സാധാരണക്കാരാന്ന്, അവർക്ക് ഈ സ്വത്തും മുതലൊന്നും വേണ്ട, കുട്ടീനെ മാത്രം മതി. നോക്കിയപ്പോൾ നല്ലതാണെന്ന് കണ്ടു, അതാ ഈ ദേവി കൊച്ചിന് വേണ്ടി കൊണ്ടുവന്നത്. അത് പാവം കൊച്ചല്ലേ, അത് നന്നായി പോട്ടെ പറഞ്ഞിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം വേറെ വലിയ ടീം വന്നാൽ കൊടുക്കാൻ മാത്രം നിങ്ങളുടെ ഒന്നുമില്ലല്ലോ. മൂപ്പര് പോകുന്ന സമയത്ത് ഒരു വീടുണ്ടാക്കി, ഇത് മാത്രമല്ലേ ഉള്ളൂ? ആ കൊച്ചു കൊണ്ടുവന്ന് അന്നേരം കഴിയുന്ന ആൾക്കാരല്ലേ, ഇതങ്ങ് നോക്കിയാലോ? വലിയ ആൾക്കാരാണെങ്കിലും വേണ്ട, ചെറിയ ആൾക്കാരാണെങ്കിലും വേണ്ട, എന്തായാലും ഞാൻ ഇപ്പോൾ അവളെ കല്യാണം കഴിച്ച് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ സൗദാമിനിയെ, നിങ്ങൾക്കൊക്കെ വേണ്ടി ആ പാവം കൊച്ചിൻ്റെ ജീവിതം കളയണ്ട കേട്ടോ. അല്ലെങ്കിലും ചെറിയവളുടെ പഠിപ്പ് കഴിയാറായല്ലോ, എന്നിട്ട് അവൾ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കട്ടെ. മൂത്തോളം അവളുടെ പഠിപ്പ് കളഞ്ഞിട്ടല്ലേ ഈ കുട്ടിനെ പഠിപ്പിച്ചത്, ഇനി ഇവളും കുടുംബം നോക്കിയോട്ടെ. എൻ്റെ കൃഷ്ണേട്ടാ, ദേവിക എൻ്റെ മോളല്ലേ, അവളിനെ എപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കണം, ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ വെറുതെ കയറി ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ നിൽക്കല്ലേ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കമ്മീഷൻ വേണമായിരിക്കും അല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഒരു ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? സൗദാമിനി മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ. ഞാൻ ആദ്യം കൊട്ടും പിടിച്ചിട്ടാണ് ജീവിക്കുന്നത്, ചെയ്യുന്ന തൊഴിൽ അന്തസ്സായിട്ട് ചെയ്യും. ഈ കൃഷ്ണ ഇതുവരെ നടത്തി കൊടുത്ത കല്യാണത്തിലെ ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ സന്തോഷപൂർവ്വം ഒരു കമ്മീഷൻ തരും. ഇതെൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്, ആ കൊച്ചു ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നോട് ചോദിക്കുന്നത്. ആ എന്നാൽ പിന്നെ നിങ്ങൾ വന്ന വഴിക്ക് അങ്ങോട്ട് വിട്ടോളേ. അവൾക്ക് എന്തെങ്കിലും കല്യാണം നോക്കുന്നുണ്ടെങ്കിലേ ഞാൻ നിങ്ങളുടെ തന്നെ പറയാം, വേറെ ഏത് ബ്രോക്കർക്കും കൊടുക്കില്ല. പോരെ? ഇങ്ങനെയുണ്ട് ഒരു പെണ്ണുങ്ങൾ, സ്വന്തം നിലനിൽപ്പിനായി മൂത്ത മകളെ പിഴയാൻ നിൽക്കുക, തള്ളിയും വളയും അവളും. എന്തായാലും ഈറ്റകളൊക്കെ അനുഭവിച്ചിട്ടാ പോളൂ. അപ്പോൾ ആ കൊച്ചു ഇവിടെ കിടന്നിട്ട് ആ മനു പറയടാ. എടാ എനിക്ക് സ്റ്റഡി ലീവാണ്, ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോഴൊന്നും പുറത്തു പോകാൻ പറ്റില്ല. ആ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം തുടങ്ങുകയാണ്. ഇതും കൂടി നന്നായി അറ്റൻഡ് ചെയ്തില്ലെങ്കിലേ പിന്നെ PGക്ക് നല്ല അഡ്മിഷനൊന്നും എനിക്ക് കിട്ടില്ല. ആടെ ഞാൻ പറഞ്ഞിട്ട് കോയമ്പത്തൂർ കോളേജിൽ പോകണമെന്ന്, നാട്ടിലൊന്നും നിൽക്കുന്നില്ല. ഇവിടെ നിന്നാൽ ഒരു പരിപാടി നടക്കില്ല. അതാണെങ്കിൽ പിന്നെ ഹോസ്റ്റൽ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇരിക്കാമല്ലോ. ആ എടാ പിന്നെ എൻ്റെ റീചാർജ് ഒന്ന് കഴിയട്ടാ. നിൻ്റെയും കഴിഞ്ഞാ? ഞാൻ ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആ ഇന്നും കൂടി ചെയ്തിട്ട് ഇല്ലെങ്കിലേ നീ ചെയ്തു തരണേ. ആ ശരി, ഞാൻ പഠിക്കട്ടെ പോയിട്ട്. ആ ശരി. എടി മോളെ, നിനക്ക് പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, വന്നെടുത്ത് കുടിക്കേ. ആമ്മ ഞാൻ വരാം. അമ്മ ഗ്യാസ് എത്തിയാ? ആ നീ എത്തിയാ? അവർ 2-2:30 കൊണ്ടുവരാൻ, പിന്നെയാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. ആ ഞാൻ രാവിലെ പോകുമ്പോൾ പറഞ്ഞപ്പോഴേ അവർ ഭയങ്കര തിരക്കാണ്, ബുക്ക് ചെയ്തവർക്കൊന്നും കൊടുത്ത് തീർത്തിട്ടില്ല പറഞ്ഞേ. ചിലപ്പോൾ ഇന്ന് കിട്ടില്ലെന്നാണ് വിചാരിച്ച്. എന്നാലും ഗ്യാസ് എത്തിയല്ലോ, അമ്മ ഒരു ചായ ഇട്ടതാ. അതിന് ചായ ഉണ്ടാക്കാൻ പാലൊന്നുമില്ല. പാലില്ലെങ്കിൽ കുഴപ്പമില്ലമ്മ, കട്ടൻ ചായ മതി, എനിക്ക് അത്രയും തലവേദനിക്കണം. ആ നിൽക്കുക, ഞാൻ ഉണ്ടാക്കി തരാം. അല്ല ഗീത എവിടെ? അവളേതോ ഫ്രണ്ട് വിളിച്ചു കൊണ്ടതാ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ നീ അടുത്ത മാസം തൊട്ട് എനിക്കൊരു 1500 രൂപ തരണേ. 1500? എന്തിനമ്മ? അതാ വായനശാലയിൽ എന്തോ കുറി തുടങ്ങണമെന്ന് ജലജ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചേർന്നാൽ 10 രൂപ ആയല്ലോ, അതുകൊണ്ട് വേറെ ആരും ഇപ്പം നമുക്ക് തരാനില്ല. ആ ചേച്ചി എത്തിയോ? ചേച്ചി എനിക്ക് റീചാർജ് ചെയ്യാൻ പൈസ തരുമോ? റീചാർജ് ചെയ്യാനോ?
അതിനിപ്പോൾ നിനക്ക് എക്സാം തുടങ്ങുകയല്ലേ, അതിനിടയ്ക്ക് എന്തിനാ ഫോണ്? എൻ്റെ ചേച്ചി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിള്ളേരെ വിളിക്കാനോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഫോണ്. അതിനോടൊപ്പം എനിക്കെന്തിനാ? മോളെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ശമ്പളം കിട്ടിയതിൽ ആ കൂടി 200 രൂപ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് രാവിലെ മസാല ദോശ വേണമിട്ടും ഞാൻ ആ ഭാസ്കർ രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂടിതാ എൻ്റെ അടുത്ത് 100 രൂപയുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യാനാ? എല്ലാത്തിനും ഇങ്ങനെ കണക്ക് പറയില്ലേ ചേച്ചി? ഞാൻ നിന്റെ അടുത്തല്ല വേറെ ആരുടെ അടുത്ത് പോയി ചോദിക്കാം. അച്ഛനുണ്ടെങ്കിൽ ഒരു കുറവും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഇല്ല എന്നല്ലേ പറഞ്ഞത്. അല്ലെങ്കിലും ഇപ്പം ഈ റീചാർജ് ഒന്നും അത്ര അത്യാവശ്യമുള്ള കാര്യമല്ലല്ലോ. നീ ഒന്ന് മര്യാദയ്ക്ക് പഠിക്ക്. അത്യാവശ്യമല്ലെന്നോ? ആന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അപ്പം എനിക്ക് പഠിക്കണ്ടേ? എൻ്റെ അടുത്ത് ഒരു 300 രൂപയാണ് ഞാൻ ചോദിച്ചത്, അതും കൂടി ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇല്ലാണ്ട് കള്ളത്തരം പറയാൻ മോളെ. നീ എന്താണ് ഈ ചേച്ചിനെ മനസ്സിലാക്കാത്തത്? എൻ്റെ ദേവിക 300 രൂപേൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നീ അതുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്ക്. പഠിക്കാണ്ടിരിക്കാൻ പറ്റുമോ അവൾക്ക്? അമ്മ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇല്ലാത്ത പൈസ ഞാൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ചേച്ചി തൽക്കാലം ആ 100 രൂപ താ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇപ്പം റീചാർജ് ചെയ്യാം. ഇപ്പം അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ നീ 200 തന്നാൽ മതി, ഞാൻ അവൾക്ക് തിരിച്ചു കൊടുക്കാം. എന്നാ അല്ല, ഈ സെമ്മും കൂടി കഴിഞ്ഞാൽ നിന്റെ കോളേജ് കഴിഞ്ഞില്ലേ? ഇനി എന്താ പരിപാടി? ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഏതെങ്കിലും കോളേജിൽ PG എടുക്കണം. അവിടെ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് ഉള്ളൂ. കോയമ്പത്തൂരോ? എടീ, അങ്ങോട്ട് പോകാനും അഡ്മിഷൻ എടുക്കാനും ഇനിയിപ്പോൾ അവിടെ താമസിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ചിലവ് വരില്ലേ? ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്താക്കാനാ? അപ്പോൾ ഞാനും നിന്നെപ്പോലെ പഠിപ്പ് നിർത്തി ജോലിക്ക് ഇറങ്ങണോ? എന്തേച്ചി നീ പഠിപ്പ് നിർത്തിയിട്ട് ജോലിക്ക് പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലും നോക്ക്. അതാകുമ്പോൾ നിന്റെ ഫീസ് നിനക്ക് അടയ്ക്കാമല്ലോ. അതൊന്നും നടക്കുന്ന കാര്യമില്ല ചേച്ചി. ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പണിക്കിറങ്ങിയാലേ അതിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊക്കെ പോയി കിട്ടും. എന്തായാലും ഒരു 2 വർഷം കുത്തിയിരുന്ന് പഠിച്ചാലേ നല്ല ജോലി കിട്ടില്ലേ? അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അവള് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഈ പഠിപ്പം വിട്ടിട്ട് പണിക്കിറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പഠിത്തത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫീസ് ഒരുമിച്ച് നമ്മൾ അടയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ലോൺ എടുത്താൽ മതി, എന്നിട്ട് കുറച്ച് മാസം അടച്ചാൽ പോരെ? എൻ്റെ അമ്മ വീട്ടിൽ ചിലവടക്കം എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് നമുക്ക് ലോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞാലേ ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് അടയ്ക്കുന്നത്? എടി മോളെ, നീ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല. നിൻ്റെ അടുത്തല്ലാണ്ട് ഈ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ആരുടെ അടുത്താ പറയാ? അച്ഛൻ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും അറിയിച്ചിട്ടില്ല. അത്ര നന്നായിട്ടാണ് കഴിഞ്ഞത്. നീ ഇങ്ങനെ എല്ലാത്തിനും കണക്ക് വെക്കണവളെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടി ഗീതു, നീ അവള് പറഞ്ഞ പോലെ പഠിക്കുന്നതിൻ്റെ കൂടെ പണിക്ക് വെക്കോ. പഠിപ്പ് പോയാലും കുഴപ്പമില്ലെന്നായിരിക്കും അവളുടെ മനസ്സിൽ. എന്തോ ഞാൻ എന്താ പറയുക? എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ പഠിപ്പിക്ക്. അല്ലെങ്കിൽ പിന്നെ നിന്നെപ്പോലെ ഞാനും പണിക്കിറങ്ങാം. അപ്പം നിനക്ക് സമാധാനമാകുമല്ലോ. മോളെ മോളെ അവിടെ നിൽക്ക്. എന്താ കൃഷ്ണേട്ടാ? ഒന്നുമില്ല മോളെ, ഞാൻ രാവിലെ മോളെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അമ്മനെ കാണാൻ വേണ്ടി. വേറെ ഒന്നുമല്ല, മോളെ കല്യാണക്കാരെ സംസാരിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അവർക്കാർക്കും മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അല്ല, അത് പറയാൻ വേണ്ടി മാത്രം കൃഷ്ണേട്ടൻ ഇവിടെ നിന്നല്ല. നീ എൻ്റെ കമ്പനിക്കാരൻ്റെ മോളാണല്ലോ. കുടുംബത്തിന് വേണ്ടി കുറേ കാലമായിട്ട് കഷ്ടപ്പെടുന്നത് കൃഷ്ണേട്ടൻ കാണുന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മോളെ, നീ അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹമൊന്നും അവർക്ക് നിന്നോടില്ല. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്. കുറേ കാലമായില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഉണ്ടാക്ക്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ പെട്ടുപോകും മോളെ. ഇത് പറയാൻ വേണ്ടിയാ ഇഷ്ടം എത്ര നേരം ഇവിടെ നിന്നത്. എടാ, നീ എന്തിനാ ഏത് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? 4 ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ എക്സാം കഴിയും. അത് കഴിഞ്ഞിട്ട് കാണാമല്ലോ. നിൻ്റെ കൂടെ ഏത് നേരം വന്നിട്ടേ എനിക്ക് ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ എക്സാം കൂടി നന്നായി എഴുതിയിട്ടില്ലെങ്കിലേ PGക്ക് അഡ്മിഷൻ കിട്ടില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. നീ ഒരു കാര്യം ചെയ്യേ, 4 ദിവസം കഴിഞ്ഞിട്ടേ എവിടേക്കെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യേ. ഞാൻ വന്നോളാം. ക്ലാസ്സിലേക്കാണെന്ന് തന്നെ പറയാം. ഇവർക്കിപ്പോൾ എപ്പോഴും എക്സാം കഴിയാമെന്നൊന്നും അറിയില്ലല്ലോ. പഠിക്കാനാണ് വേണ്ടി കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടേ. ലാസ്റ്റ് ഡേ അല്ലേ, കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. എന്തെങ്കിലും പറയാം. എടാ, പിന്നെ ചേച്ചിക്ക് ചെറിയ ഡൗട്ടുണ്ട് തോന്നുന്നു. അവൾ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ 9 മണിക്ക് പോവും, 6 മണിക്ക് വരുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നീ വിളിച്ചാൽ മതി. അതിന് മുമ്പൊന്നും വിളിക്കല്ലേ.
അമ്മയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ല. ആ, നീ ശ്രദ്ധിച്ച് വിളിച്ചാൽ മതി. ഗീതു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നീ എന്താ ഫോണിൽ സംസാരിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? ആ ജ്യോതിക ശരിയിട്ടാ, ഞാൻ പിന്നെ വിളിക്കാം. ആ ചേച്ചി, എൻ്റെ ഫ്രണ്ട് എന്തോ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് പറയാനും നിനക്ക് ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഈയിടെയായിട്ട് കുറച്ച് ഫോണിൽ കളി കൂടുന്നുണ്ട് കേട്ടാ. അന്ന് പഠിക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ റീചാർജ് ചെയ്ത് തന്നത്. ഓ എൻ്റെ ചേച്ചി 300 രൂപ റീചാർജ് ചെയ്യുന്നതുകൊണ്ടേ നീ 3000 ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ അവൾ ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണെന്ന്. അല്ല, എന്താ ഇത്രയും വലിയ ഡൗട്ട്? പറയ് കേൾക്കട്ടെ. കോളേജിൻ്റെ പടി പോലും ചവിട്ടാത്ത നിനക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാനാ? ഡൗട്ട് കേൾക്കട്ടെ. എത്ര പഠിച്ച പോലെ ഉണ്ട് സംസാരം. ഞാൻ പഠിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കും അറിയാലോ. നീ ഇത്രയും വലിയ കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലേ അതെൻ്റെ പഠിപ്പില്ലാണ്ടാക്കി തന്നെയാണ്. ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടില്ല ഞാനും വന്നത്. സത്യം പറയടി, ഞാനും വിളിച്ചതാ. ഞാൻ ആരെയും വിളിക്കാൻ പറഞ്ഞല്ലോ, ജ്യോതിക അങ്ങോട്ട് വിളിച്ചതാ. നീ എന്തിങ്ങനെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യണ പോലെ ഇങ്ങനെ പുറത്ത് പറയാൻ നിൽക്കുന്നത്? ഞാൻ ഫോണിൽ തന്നെ, ഞാൻ നോക്കട്ടെ. ഫോൺ എന്തിനാ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇല്ല, വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഞാൻ ഫോണിങ് എടുക്ക്. അമ്മ, അമ്മ. എന്താ പിള്ളേരെ, കുറേ നേരമല്ലോ രണ്ടും കൂടി അവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്താക്കുക അവിടെ? അമ്മേ, ഇവളോട് അതിൻ്റെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നില്ല പെണ്ണ്. എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. അമ്മ ഒന്ന് ചോദിച്ചേ. ചുറ്റിക്കളിയോ? എന്താടി ഗീതു, അവളെന്തൊക്കെയാ പറയണേ? എൻ്റെ അമ്മയെ ജ്യോതിക വിളിച്ചായിരുന്നു ഡൗട്ട് ചോദിക്കാനായിട്ടേ. അപ്പോഴേക്കും ഈ ചേച്ചി വന്നിട്ട് ഫോൺ ഇതാ നീ ആരെയും വിളിക്കുന്നത് പറഞ്ഞിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുക. അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ കോളേജിൽ വിടാണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാക്കിയാലേ പിന്നെ പൈസ തരാണ്ടായില്ലേ. വല്ലാത്തൊരു ചേച്ചി തന്നെ എന്തായാലും. അമ്മ, സത്യമായിട്ട് അവൾ വേറെ ആരും വിളിച്ച് സംസാരിക്കായിരുന്നു. ഞാൻ അത് കേട്ടിട്ടില്ല വന്നത്. എടി, കള്ളത്തരം പറയേണ്ടത് സത്യം പറഞ്ഞോ? മതി, നിർത്ത്. എൻ്റെ കുട്ടി അങ്ങനെ കള്ളത്തരമൊന്നും ചെയ്യില്ല. ഞാൻ കാണുന്നതല്ലേ. ഇത്ര നന്നായിട്ട് പഠിക്കണ്ടെന്നറിയോ? നീ പോയി കഴിഞ്ഞാൽ വരുന്നവരെ അവൾ പുസ്തകത്തിൽ തന്നെയാണ്. PGക്ക് നല്ല അഡ്മിഷൻ കിട്ടണം. അതിന് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നീ വെറുതെ അതും ഇതും പറയാൻ നിൽക്കല്ലേ. മോളെ, നിനക്ക് അവിടെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, നീ വാ. ആ അമ്മ. ദേവികെ, നിനക്ക് പോകാൻ സമയമായില്ലേ? നീ വേഗം ഇറങ്ങ്. വെറുതെ രണ്ടും കൂടി ഓരോന്ന് പറഞ്ഞ് നിൽക്കുക. ദേവിക്ക് എടാ ഒരു മിനിറ്റ് നിൽക്കോ? എന്താ ദേവിക, എടോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ജോലിക്ക് കയറാൻ സമയമായി. ദേവിക, എടോ ഒരു 5 മിനിറ്റ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് താൻ പൊക്കോ. എന്താ ദേവിക, ഞാൻ വെറുതെ പുറകെ നടക്കുന്നല്ല. എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാ. തൻ്റെ മറുപടി എന്തായാലും അതിപ്പോൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ തന്നെ ആലോചിച്ചിട്ട് പറയോ. ഞാൻ ഒരു ബ്രോക്കർ കൃഷ്ണേട്ടൻ മുഖേന തൻ്റെ വീട്ടിലൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ കല്യാണത്തിന് താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. എടാ, പക്ഷെ എനിക്ക് തൻ്റെ മറുപടിയെ കേൾക്കേണ്ടത്. എത്ര വർഷമായാലും കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. പക്ഷെ താനൊരു എസ് പറയുകയാണെങ്കിൽ, അല്ലാതെ ഞാനിപ്പോൾ വെറുതെ പുറകെ നടക്കുന്നത് അത് എനിക്ക് തന്നെ ഒരു കുറവാകുന്നുണ്ട്. വിനോദ്, തനിക്കൊരു കാര്യം അറിയാലോ. +1 പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അമ്മനെ അനിയത്തിനെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് അവരെയൊക്കെ നോക്കുന്നത്. എടോ, ഞാൻ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോയാലേ അവർക്ക് വേറെ ആരുമില്ല. ഇന്നേവരായിട്ട് ഒരു കുറവ് ഞാൻ അവർക്ക് വരുത്തിയിട്ടില്ല. എൻ്റെ അനിയത്തിനെ നന്നായി പഠിപ്പിക്കണം, അവൾക്ക് നല്ലൊരു ജോലി ആക്കി കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ദേവി, എനിക്ക് തൻ്റെ അവസ്ഥയൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതൊന്നും ചോദിക്കാതിരുന്നത്. അല്ല, നിനക്കും അറിയാലോ ഞാൻ കുറേ കാലമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണെന്ന്. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുന്നത് താൻ കേൾക്കാമെന്നുണ്ടോ? പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും താൻ ഓക്കെ പറയുന്നത്. അമ്മൻ്റെ കണ്ണടി മുമ്പേ എൻ്റെ കല്യാണം കഴിഞ്ഞ് കാണുന്ന ആ പാവത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് അമ്മ പോയി. പിന്നെ തനിക്കറിയാമല്ലോ, എനിക്കൊരു പെങ്ങളുണ്ട്. അവിടെ നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ ബാധ്യതയായിട്ട് എനിക്കൊന്നുമില്ലേ. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം. ഓരോ വർഷം കഴിയുമ്പോഴേക്കും
വയസ്സ് കൂടിയല്ലേ പോകുന്നു, കുറേ നല്ലല്ലോ. ഇപ്പം അമ്മയും കൂടി പോയപ്പോൾ ആകെ ഒറ്റപ്പെട്ട പോലെയുണ്ട്. കുടുംബക്കാരൊക്കെ വേറെ കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ മനസ്സിലൊരു പെൺകുട്ടിനെ വെച്ചിട്ട് വേറെ എങ്ങനെയാണ് ഞാൻ? എന്തായാലും ദേവിക താൻ നല്ലപോലെ ആലോചിക്കുക. ഞാൻ കാത്തിരിക്കാം. അച്ചു അച്ചു ആ ചേച്ചിയാ, എന്താ ഈ വഴിക്ക്? അതച്ചോ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നവിടെ നല്ല വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത്രയ്ക്കൊന്നും സാലറി തരുന്നില്ല. ഇപ്പോൾ പാക്കിങ്ങും ബില്ലിങ്ങും പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണേ. എന്നിട്ടും അവർ കാര്യമായിട്ടൊന്നും തരുന്നില്ലടാ. അപ്പോൾ നിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒഴിവുണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ ചേച്ചി, കുറച്ച് മുന്നേ പറയായിരുന്നു കേട്ടാ. കഴിഞ്ഞ ആഴ്ച കുറേ പേരിനെ എടുത്തത്. ഇനിയിപ്പോൾ ഉണ്ടാകും തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യം നോക്കിയേ പറ്റും. ആണോ? ഞാൻ കുറേ ആയിട്ട് വിചാരിക്കണം നിന്നെ കാണാൻ വരണമെന്നേ. പക്ഷെ എനിക്കൊന്നും സമയം കിട്ടിയില്ല. അല്ല, ഇനിയിപ്പോൾ എന്തായാലും അവിടെ എടുക്കില്ല അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും അവിടെ എടുക്കുന്നു തോന്നുന്നില്ല ചേച്ചി. ഞാൻ എന്തായാലും വേറെ എവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കട്ടെ. ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പം തുണിക്കടയിലൊക്കെ എന്തായാലും ആൾക്കാരെ എടുക്കും. അവിടെ നിൽക്കുമല്ലോ അല്ലേ? ഓ, അതിന് കുഴപ്പമൊന്നുമില്ല. തുണിക്കടയിലൊക്കെ ഞാൻ നിന്നോളാം. പക്ഷേ ഞാൻ +1 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ളതൊക്കെ അല്ലേ കിട്ടുക. എന്നാലും ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടാ. ആ, കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബില്ലിങ്ങിൽ എന്തെങ്കിലും നോക്കാം. അതാകുമ്പോൾ തുണി എടുത്ത് വെക്കലും മടക്കി വെക്കലും ഒന്നും നോക്കണ്ടല്ലോ. മിണ്ടാതെ ഇരുന്ന് ബില്ലടിച്ചാൽ പോരെ. ആ, ഞാനത് പറയാനായിട്ട് ജോലി കഴിഞ്ഞതും ഇങ്ങോട്ട് വന്നതാ. അല്ല, അച്ഛനും അമ്മയൊക്കെ എവിടെ? അവരൊക്കെ അവിടെ പുതിയ വീട്ടിലാണ് ചേച്ചി. വീട് പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച പാല് കാച്ചലുണ്ടാവും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാനപ്പോൾ അതിൻ്റെ പാക്കിങ്ങിലായിരുന്നു. ആ, അല്ല അപ്പം ഈ വീട് എന്താക്കും? ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കാൻ ചേച്ചി പ്ലാന്. വാടകയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഓടിട്ട് ഇവിടെ ആയതുകൊണ്ട് ആരെങ്കിലൊക്കെ വരുമോ നോക്കാം. ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാം. എന്നാ ശരി, വരുന്നേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ. പലചരക്ക് 1450, കറണ്ട് ബില്ല് 500. അമ്മ, സുമേച്ചിക്ക് ഗ്യാസിൻ്റെ 980 അല്ലേ? ഇതാ 1000 രൂപ ഉണ്ടേ. നീ ഒരു 1500 രൂപ താ. ഗ്യാസിന് 980 തന്നെ. പക്ഷേ ആ സുമയെ കോയമ്പത്തൂർ പോയിട്ട് 4-5 സാരികൾ എടുത്തിരിക്കണോ. അവളുടെ ചേച്ചിക്കോ അനിയത്തിക്കോ ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാ തോന്നണു. പക്ഷെ അവർക്കൊന്നും ആ കളറൊന്നും ഇഷ്ടപ്പെട്ടില്ല. അമ്മ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അത് 2 എടുത്തേ. അപ്പം അതിൻ്റെ പൈസ കൊടുക്കാനാ. 500 രൂപയ്ക്ക് സാരി എടുത്തുന്നാ? എന്താ അമ്മ അത്? കഴിഞ്ഞ മാസമല്ലേ ഞാൻ സാലറി കിട്ടിയപ്പോൾ അമ്മ 2 സാരി എടുത്തത്. ഇതിപ്പോൾ ഈ മാസം എന്തിനാ എടുത്തത്? ആ കൂടി 4-5 ഡ്രസ്സും ഉണ്ടാ. ഞാൻ 1 വർഷമായിട്ട് പോകുന്നത്. അമ്മ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. എന്താടി മോളെ ഇങ്ങനെയൊക്കെ പറയണത്? നീയേ എടുത്തു തരലില്ല. ഞാൻ ഇപ്പം 2 സാരി എടുത്തതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടാ? എല്ലാ മക്കളും സാലറി കിട്ടുമ്പോഴേ അമ്മമാർക്ക് മാലയും വളയും പട്ടുസാരിയൊക്കെ എടുത്തു കൊടുക്കും. നീ ഇന്നേവരെയായിട്ട് എനിക്കിതുപോലെ ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ എന്താ അമ്മ വാങ്ങിച്ചു തരേണ്ടത്? സാലറി കിട്ടിയിട്ട് 1 രൂപ പോലും ഞാൻ കയ്യിൽ വെക്കുന്നില്ല. എല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയല്ല ഇറക്കുന്നത്. ഞാൻ ഇനി എന്താ വാങ്ങിച്ചു തരേണ്ടത്? ചേച്ചി അന്ന് കോയമ്പത്തൂർ കോളേജിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ പറഞ്ഞ കോഴ്സ് അവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്ത അഡ്മിഷൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഒരു 20,000 രൂപ അടയ്ക്കണം. നാളെ തന്നെ അടയ്ക്കണം എന്ന് അവർ പറഞ്ഞേ. അപ്പം എന്തായാലും അടുത്ത മാസമൊക്കെ അഡ്മിഷൻ തുടങ്ങുള്ളൂ. പക്ഷെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പിന്നെ ആ സമയത്ത് ഓടണ്ടല്ലോ. നാളെ തന്നെ 20,000 വേണമെന്നോ? അല്ല, എന്നിട്ട് നീ എന്താ അവരുടെ അടുത്ത് പറഞ്ഞത്? ഞാൻ എന്താ പറയാൻ, കൊണ്ടുവരാ പറഞ്ഞു. എൻ്റെ ചേച്ചി, അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്താൽ അത്രയും നല്ലതല്ലേ. അല്ലാണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ കൊണ്ടുവരാന്നൊക്കെ അവൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? പെട്ടെന്ന് 20,000 വേണം പറഞ്ഞാലേ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? എന്താ ചേച്ചി ഇങ്ങനെ പറയണത്? നീ 10 വർഷമല്ലേ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ദിവസം ഒരു 10-50 മാറ്റി വെച്ചാൽ തന്നെ 20,000 എന്തായാലും ഉണ്ടാവുമല്ലോ. അതൊന്നും എടുത്താ ഞാൻ ജോലി കിട്ടുമ്പോൾ അതൊക്കെ നിനക്ക് തിരിച്ചു തരാം. 20,000 രൂപ പോയിട്ട് മാസാവസാനം 20 രൂപ പോലും എടുക്കാൻ എൻ്റെ അടുത്തില്ല. നീ എന്തറിഞ്ഞിട്ടൊക്കെ ഇത് സംസാരിക്കണത്? അമ്മ അപ്പോഴും പറഞ്ഞു നിന്റെ അടുത്ത് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളത്. നീ എന്തായാലും വല്ലാത്തൊരു കൂടെ പറപ്പന്നെ കേട്ടാ.
500 രൂപയ്ക്ക് 2 സാരി എടുത്തതിനെ അവൾ എന്തൊക്കെയാ പറയണെന്നറിയോ? പിന്നെ നിനക്ക് 20,000 തരും തോന്നുന്നുണ്ടാ? ഇത്രയും കാലമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലമ്മ. നിങ്ങൾ രണ്ടാളും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിലും ഞാൻ അവനെ പഠിപ്പ് നിർത്തിയിട്ട് പണിക്കിറങ്ങേണ്ട ആവശ്യം? ഇവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അന്നേരം അങ്ങനെ ചെയ്തത്? എനിക്ക് ആ കൂടി 8,000 രൂപയുള്ളൂ. ഇതുകൊണ്ട് ഒന്നിനും തികയുന്നില്ല. ഇപ്പൊ ഞാൻ വരുന്ന വഴിക്ക് ആ അച്ഛനെ കണ്ടിട്ടേ എന്തെങ്കിലും പണി വേറെ ഉണ്ടെങ്കിൽ റെഡിയാക്കി തരാൻ പറ്റുമോ ചോദിച്ചതാ. എത്ര വലിയ ജോലി കിട്ടിയാലും നല്ല ശമ്പളം ഉണ്ടെങ്കിലൊക്കെ നിനക്ക് തന്നെയല്ലേ. അതിനിപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്കും തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ലപ്പം കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അത് അല്ലറ ചില്ലറ ചിലവൊക്കെ നീ ചെയ്യുന്നുണ്ട്. എന്തായാലും നീ ഒറ്റയ്ക്കാണെങ്കിലും ആ ചിലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ വീട്ടില് ഞങ്ങൾ രണ്ടും അധികം പറ്റാണല്ലേ നിനക്ക്? ഞാൻ അങ്ങനെ പറഞ്ഞതല്ലമ്മേ. ഗീതു, നീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചേച്ചി കോളേജിന്റെ പടി ചവിട്ടിയിട്ടില്ല, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ. ആടി, ഞാൻ +1 പഠിപ്പ് നിർത്തിയിട്ട് പണിക്കിറങ്ങിയതാ. അതും നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ കുടുംബം പട്ടിണി ആവാതിരിക്കാൻ വേണ്ടി. എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യായിരുന്നു. കണ്ടമ്മ, നമുക്ക് വേണ്ടി ചെലവാക്കിയതിനൊക്കെ അവളിൽ കണക്കുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ പൈസയൊക്കെ നമ്മളടുത്ത് ചോദിക്കും. അമ്മ നോക്കിയിരുന്നോ? സത്യം പറഞ്ഞാൽ നിന്റെ ചെലവിലൊക്കെ പഠിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോഴേ വേണ്ടാന്ന് തോന്നുക. അല്ല, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ? കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതിന് അവള് കണക്ക് നിരത്താൻ നിൽക്കണോ? നീക്ക് എന്ത് മോളാടി? കഷ്ടം തന്നെ ചേച്ചി. എടി, നിന്റെ എക്സാം കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ വെറുതെ വീട്ടിലിരിക്കണത്? ചെറിയ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? എക്സാം കഴിഞ്ഞിട്ട് ആകെ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ ജോലിക്ക് പോവേ? നടന്ന പോലെ തന്നെ. ഞാൻ പഠിച്ച ഫീൽഡിലല്ലാണ്ട് വേറെ ഏത് ജോലിക്ക് ഞാൻ പോവില്ല. ഇവിടെ വെറുതെ ഇരുന്നാലൊന്നും ആരും ജോലി കൊണ്ട് തരുമൊന്നുമില്ല. അതിന് നമ്മൾ തിരഞ്ഞിറങ്ങണം. ഒരു കാര്യം ചെയ്യേ, ആ കല്ലേപ്പുള്ളിയിലുള്ള അക്ഷയ സെന്ററിൽ പോയിക്കോ. അവരാണെങ്കിൽ എന്തെങ്കിലും ചെറുതായി തരുകയും ചെയ്യും, അത് പഠിക്കുകയും ചെയ്യാലോ. പിന്നെ അക്ഷയ സെന്ററിലൊന്നും ഞാൻ പോവില്ല. അവിടെ ഒരു ലോഡ് പണികളുണ്ടാവും. ഇല്ലടി, ഒരു പണിയും ചെയ്യാണ്ട് മറ്റുള്ളവന്റെ പൈസ നമ്മുടെ പോക്കറ്റിലെത്തുന്ന് നീ ഇവിടെ നോക്കിയും കൊണ്ടിരുന്നോ? നിനക്ക് എന്തിന്റെ കേടേച്ചി? നിനക്ക് സമയമെങ്കിലേ നീ പോവാൻ നോക്ക്. ആ, എനിക്ക് പോകാൻ സമയമായി. ഞാൻ ഇറങ്ങാൻ നിൽക്കുക. ഇവിടെ അടിച്ചിട്ടില്ല തുടച്ചിട്ടില്ല ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല. നീ അവിടെ ഫോൺ നോക്കിയിരിക്കണ്ടേ, അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്ക്. അമ്മ നോക്ക്, ഇവിടെ എന്തൊക്കെയാ പറയണെന്ന്. നിർത്തടി. ഇത്രയും കാലം പഠിപ്പ് പറഞ്ഞിട്ടേ ഇവിടുത്തെ ഒരു പണിയും നീ ചെയ്തിട്ടില്ലല്ലോ. വേഗം ഒണിച്ചിട്ടേ അടിക്കാനും തുടയ്ക്കാനും നിന്നോ. എനിക്ക് സമയമില്ല ഇനി. ചേച്ചി എന്താടി ഇങ്ങനെ? ആ, ഇനി മുതൽ അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണം. പുറമേ പോയിട്ട് അവിടുത്തെ പണിയും ചെയ്ത് കിട്ടുന്ന സാലറി മുഴുവൻ കുടുംബത്തിൽ കൊണ്ടുവരണം. നിന്റെ അമ്മൻ്റെയും കാര്യങ്ങളൊന്നും ഒരു കുറവില്ലാണ്ട് നടന്നു പോകുന്നില്ലേ? ഇനി എന്തായാലും അത് നടക്കില്ല. ഞാൻ കുറച്ച് സേവ് ചെയ്യാൻ പോവാ. എന്താ ഇവിടെ? എന്താ പിള്ളേരെ? നോക്കമ്മ, ചേച്ചിയില്ലേ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് നീ വല്ല ജോലിക്കും പോകുന്നു പറയണ എൻ്റെ അടുത്ത്. എന്താ ദേവികേ, ഈ വീട്ടിലെ പണിയൊക്കെ എന്നും നീ തന്നെയല്ലേ ചെയ്യണത്? ഇന്നിപ്പോൾ എന്തിനാ അവളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത്? ആ, ഇത്രയും കാലം ഇവിടുത്തെ പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. ഇനി എന്തായാലും നടക്കില്ല അമ്മേ. ഇവിടുത്തെ പണിയും ചെയ്യണം, പുറമെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും ചെയ്യണം. ഇനി എന്തായാലും ഇവിടെ 3 പെണ്ണുങ്ങളല്ലേ, എല്ലാവരും കുറച്ച് കുറച്ച് ചെയ്യേ. അല്ല, നിന്റെ ശബ്ദത്തിൽ ഒരു മാറ്റം ഉണ്ടല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം അമ്മേ? ഇത്രയും കാലം മിണ്ടാതിരുന്നപ്പോൾ നിങ്ങളൊക്കെ കൂടി എനിക്ക് പണി തന്നിട്ടേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ടേ അവസാനം നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ കുടുംബത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്നുള്ളത്. ഇനി എന്തായാലും ആ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ ഇടവരുത്തില്ല. ഇനി കുറച്ച് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. എനിക്ക് വേണ്ടി ജീവിക്കേ? അല്ല, എന്താ നീ ഉദ്ദേശിക്കണേ? ഇനി സാലറി കിട്ടുന്ന പൈസ മുഴുവൻ അമ്മൻ്റെ തരുന്ന ഏർപ്പാടേ അത് ഞാനങ്ങോട്ട് നിർത്തി. ചിലവിനുള്ള എന്തെങ്കിലും പൈസ തരാം, അല്ലാണ്ട് മുഴുവനൊന്നും തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ ആശ്രയിക്കാൻ നിൽക്കല്ലേ. നിന്റെ കോഴ്സ് കഴിഞ്ഞതല്ലേ, നീ എന്തെങ്കിലും പണിക്ക് പോ. അതിന് കിട്ടുന്ന പൈസ കൊണ്ടേ PGക്കോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. കണ്ടില്ല അമ്മേ, ഇനിയിപ്പോൾ അമ്മനെ അവൾ ജോലിക്ക് പോകാൻ പറയും. ഇത്രയും കാലം ഈ വയസ്സ് വരെ അമ്മ എവിടെയും പോയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ ജോലിക്ക് പോകാൻ തയ്യാറായിക്കോ. അമ്മൻ്റെ അടുത്ത് ജോലിക്ക് പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മൻ്റെ ചിലവിനുള്ള പൈസ ഞാൻ തന്നോളാം. തേവും ചെയ്യും, അതിനൊക്കെ കണക്കും പറയും. എനിക്ക് നിന്റെ 1 രൂപയൊന്നും വേണ്ട മോളെ. അല്ലെങ്കിലും കണക്ക് പറയുകയാണെങ്കിലേ എനിക്ക് ഒരുപാടുണ്ട്. ഇതേ എൻ്റെ വീടാണ്. ഇത്രയും കാലം നീയൊക്കെ ഇവിടെ താമസിച്ചതല്ലേ,
അതിനൊക്കെ വാടക ചോദിക്കുകയാണെങ്കിലേ ഒരുപാട് ഇങ്ങോട്ട് തരാനുണ്ടാവും കേട്ടാ. അപ്പൊ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയതൊക്കെയോ അതൊക്കെ അമ്മ മറന്നാ? ഒരുപാട് പറയുകയാണെങ്കിൽ നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. കുടുംബത്തിന് വേണ്ടി പൈസ ചെലവാക്കിയെന്ന് കണക്ക് പറയാൻ നിൽക്കുന്നു. നീയൊക്കെ എൻ്റെ മോളാന്ന് പറയാനേ നീ നാണക്കേടാവുക. അമ്മ പറഞ്ഞ കേട്ടില്ലേ? നീ എന്ത് നോക്കി നിൽക്കുക? എന്താ ചേച്ചി പെട്ടെന്ന് വീടൊക്കെ വേണമെന്ന് പറഞ്ഞു? എന്താ കാര്യം? അച്ചു, നീ ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട്? ആ ചേച്ചി കുറച്ച് ദിവസമായി. അല്ല ഇതെന്താ ബാഗായിട്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? അത് അമ്മേനോട് ഇനി ആ വീട്ടിൽ നിൽക്കണ്ട പറഞ്ഞു. നിക്കണ്ടാന്നോ? അതെന്താ? ഇത്രയും കാലം അമ്മയ്ക്ക് അനിയത്തിക്ക് വേണ്ടി ജീവിച്ചല്ലേ, അവസാനം അവർ തന്ന സമ്മാനം. ചേച്ചി എന്താ ഈ പറയണത്? അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത്? നിനക്കറിയാലോ, അച്ഛൻ മരിച്ചതിന് ശേഷം പണിക്കിറങ്ങിയതാ ഞാൻ. ഇപ്പോൾ 10 വർഷമായി. നേവരായിട്ട് അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഒരു രൂപ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെ നടക്കില്ല. എനിക്ക് എന്തെങ്കിലും വേണ്ട അമ്മേ, ഞാൻ കുറച്ചെങ്കിലും സേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയും കണക്ക് പറയാൻ തുടങ്ങി. ഇത്രയും കാലം ഒരു രൂപ പോലും വാടക തരാണ്ടല്ലേ നീ ഇരുന്നത്, ഇതെൻ്റെ വീടാ, ഇനിയിപ്പോൾ ഒരുപാട് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ പറഞ്ഞു. അത് കേട്ടപ്പം ആകെ സ്റ്റക്കായി. അമ്മ അങ്ങനെ പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് അറിഞ്ഞില്ല അച്ചു. അങ്ങനെ ഞാൻ ഇറങ്ങിയത് അവിടുന്ന്. ചേച്ചി പഠിപ്പ് നിർത്തി പണിക്ക് പോയത് കൊണ്ടല്ലേ ഇപ്പൊ കുടുംബം പട്ടിണിയില്ലാതെ ജീവിച്ചു പോകുന്നത്? അല്ല ഈ ഗീതുവിനെ പഠിപ്പിക്കുന്നത് ചേച്ചി തന്നെയല്ലേ? ആ മോനെ, മറ്റുള്ളവർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സ്വന്തം വീട്ടുകാർക്ക് അതൊന്നും അറിയുന്നില്ലല്ലോ. സാരമില്ല ചേച്ചി, ഇനിയിപ്പോൾ അതോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട. ചേച്ചി കറക്റ്റ് സമയത്തിനാണ് കേട്ടോ വിളിച്ചത്. വീട് പണി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടൊരു ട്രിപ്പ് പോകാറ് നിൽക്കായിരുന്നു. ചേച്ചി വിളിക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളവിടെ പോയിട്ടുണ്ടാവും. അച്ചു, ഇപ്പം തൽക്കാലം ഞാൻ ഈ വീട്ടിലിരുന്നോട്ടെ. എനിക്ക് അഡ്വാൻസ് തരാനൊന്നും ഇപ്പം കയ്യിൽ പൈസ ഇല്ല. എന്തായാലും സാലറി കിട്ടിയാൽ തരാം. പിന്നെ വലിയ വീടൊന്നും എടുക്കാനുള്ള ഗതി ഇപ്പം എനിക്കില്ല. അയ്യോ സാരമില്ല ചേച്ചി, പൈസയൊന്നും വേണ്ട. എന്തായാലും വീട് പൂട്ടി കിടക്കുകയല്ലേ. ഞങ്ങളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് തട്ടിയടിക്കുകയും വേണം. ചേച്ചി ഉണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അയ്യോ അതൊന്നും വേണ്ട. നീ ഇപ്പം ആ വീട് എങ്ങനെ കെട്ടിയെന്നേ, അതിൻ്റെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിലെ ചിലവെന്ന് പറയണത് വീട്ടിലിരിക്കുന്നവർക്ക് അറിയില്ലല്ലോ, അത് ചിലവാക്കുന്നവർക്ക് അതിൻ്റെ വേദന എന്തായിട്ട് നന്നായിട്ട് അറിയും. എന്തായാലും ഞാൻ സാലറി ഇട്ടിട്ട് പൈസ തരാം മോനെ. ചേച്ചിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ചേച്ചി താക്കോലെ. പിന്നെ ചേച്ചി എല്ലാ സാധനങ്ങളും ഞാൻ പുതിയ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല. അത്യാവശ്യം പാചകത്തിനായിട്ടുള്ള പാത്രങ്ങളും പിന്നെ ഒരു കട്ടിലും 2-3 ചെയറൊക്കെ ഉണ്ട്. അതൊക്കെ മതിയാവില്ലേ? അതൊക്കെ ധാരാളം മോനെ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്നാൽ ശരി ചേച്ചി, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, സമയമായി. ആ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം, മടി കാണിക്കണ്ട. ശരി.
അമ്മ എന്നാലും ചേച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും വിചാരിച്ചില്ല. പിന്നെ ഏത് നേരം നോക്കിയാൽ കണക്കന്നെ. ഇങ്ങനെയുണ്ടാ കുടുംബത്തിന് വേണ്ടി ചെലവാക്കി തന്നെ പറയേണ്ട ആവശ്യം? അച്ഛൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗതി വരികയായിരുന്നാ? ഇതിപ്പോൾ അവള് +1 പഠിപ്പ് നിർത്തി പണിക്കിറങ്ങിയ വേണ്ടേ 1 രൂപ ചെലവാക്കിപ്പിക്കുന്നുണ്ടാ? അത് ശരിയാ. എന്നാലും ഇങ്ങനെ തിന്നതിനും കുടിച്ചതിനൊക്കെ കണക്ക് പറഞ്ഞാലേ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. പക്ഷേ ചേച്ചി ഇങ്ങനെ വീട് വിട്ടു പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഓ, എവിടെ പോവാൻ? പെണ്ണല്ലേ, കുറച്ച് കഴിയുമ്പോൾ താനേ വന്നോളും. അന്നേരം ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആരാന്നുള്ളത്. അല്ലമ്മ, ഇനിയിപ്പം വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോന്നാ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? അതല്ലമ്മ, ചേച്ചിക്ക് ഇപ്പോൾ 8000 രൂപ ഇല്ലേ? അന്നെന്തോ പറഞ്ഞില്ലേ അച്ഛൻ്റെ അടുത്ത് എവിടെയോ ചോദിച്ചു വെച്ചിട്ടുണ്ടെന്നേ. ഇനിയിപ്പോൾ അവിടെ നല്ല സാലറി കിട്ടിയിട്ട് അവളും അങ്ങോട്ട് മാറുകയാണെങ്കിലോ? ഏതെങ്കിലും വാടക വീടെടുത്ത് താമസിച്ചാലേ 1 രൂപ നമുക്ക് തരണ്ടല്ലോ. ചെറിയൊരു പൈസ കൊടുത്ത് അവൾക്ക് കിട്ടുന്നതൊക്കെ സ്വന്തമായിട്ട് ചിലവാക്കിയിട്ട് അവിടെ ഇരിക്കാമല്ലോ. കാര്യനാക്ക് പഠിച്ച് ഓരോന്നും പറയല്ലേ പെണ്ണെ. അവളുള്ളത് കൊണ്ടാ കഞ്ഞിക്ക് മുട്ടില്ലാണ്ട് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അവൾ വരും തോന്നുന്നുണ്ടാ? വന്നാൽ സുഖമായി. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക? വരാണ്ട് എവിടെ പോകാനായിട്ട് ചെയ്തോ? അവൾ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനും വാശിക്കും പുറത്ത് ഇറങ്ങിപ്പോയതാ. അവൾക്ക് നമ്മുടെ നല്ല സ്നേഹമാണ്. നമുക്ക് തിരിച്ചങ്ങനെ അല്ലെങ്കിലേ അവൾക്ക് നമ്മളില്ലാണ്ട് പറ്റുമൊന്നുമില്ല. അതമ്മ പറഞ്ഞാൽ ശരിയാ. അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഈ 10 വർഷമൊന്നും ഇങ്ങനെ പിടിച്ചു നിൽക്കില്ലായിരുന്നു. എന്നേ ഇറങ്ങി പോയിട്ടുണ്ടാകും. ഇനി നീ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അവൾ ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങോട്ട് തന്നെ വരും. അല്ല, നിനക്കിപ്പോൾ കഴിക്കാൻ എന്താ വേണ്ടത്? രാത്രിക്ക് ചപ്പാത്തിയും കുറുമയും മതി. മാവില്ലമ്മ? അവളെല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാൽ പിന്നെ അമ്മ വേഗം ഉണ്ടാക്കിയോ. ഞാൻ 2 റീൽസ് ചെയ്തിട്ടേ വേഗം വരാം. വേഗം വാ. ചൂടോടെ 4 ഉണ്ടാക്കി തരാം. കഴിച്ചിട്ട് വേഗം കിടന്നോ. വരാം. ദേവിക്ക് എടാ ഒരു മിനിറ്റ് നിൽക്കോ? അമ്മ ഒരു കാര്യം അറിഞ്ഞാ? എന്ത് കാര്യം? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി രണ്ടും കൽപ്പിച്ചാ. ഇനി എന്തായാലും അവൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. എന്താടി, എന്താ നീ അങ്ങനെ പറഞ്ഞ്? അവളെ നമ്മുടെ അച്ചു ഇല്ലേ, അവൻ്റെ തറവാട്ടിലാണത്രേ ഇപ്പൊ താമസം. അവിടെയോ? ഇതിപ്പോ ആരാ നിന്റെ അടുത്ത് പറഞ്ഞ്? എൻ്റെ ഫ്രണ്ടില്ലേ ശ്രേയ, അവളിപ്പോൾ വിളിച്ചു പറഞ്ഞായിരുന്നു ഇന്നലെ തൊട്ട് നിന്റെ ചേച്ചി അവിടെ താമസമാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഓ, അപ്പോൾ അവളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണല്ലേ ഇവിടുന്ന് പോയത്? ആമേ, അവരിപ്പോൾ പുതിയ വീട് കെട്ടിയില്ലേ, ഇപ്പം ആ തറവാട് വെറുതെ കിടക്കല്ലേ. അപ്പം ചെറിയ എന്തോ പൈസക്ക് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ താമസം, ബാക്കിയൊന്നും എനിക്കറിയില്ല. എന്നാലും വല്ലാത്ത മോളെന്നെ. ഇവളിനെയൊക്കെ വിശ്വസിച്ചിരുന്ന നമ്മളെ വേണം പറയാൻ. അല്ലമ്മ, ഇനിയിപ്പം നമ്മളെന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? 1 മാസം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നുകൊണ്ട് തൽക്കാലം അതൊക്കെ വെച്ച് ഒപ്പിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുമ്പോട്ടെ ഞാനിപ്പോൾ ആലോചിക്കണത്. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോൾ ഞാൻ ജോലിക്ക് പോകണമെന്നായിരിക്കും അല്ലേ പറഞ്ഞു വരുന്നത്? അതല്ലേ ഞാൻ പറയണത്. ഇപ്പോൾ 1 മാസം കഴിഞ്ഞു പോകാനുള്ളതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കഞ്ഞി പോലും കിട്ടില്ല. വെറുതെ അവളിനെ പിണക്കണ്ടായിരുന്നു. എടി, ഇപ്പം ഞാൻ കാരണമാണ് അവൾ ഇറങ്ങിപ്പോയെന്നാണല്ലോ നീ പറഞ്ഞു വരുന്നത്. നീ ഓരോന്ന് പറഞ്ഞപ്പോഴേ ആ ദേഷ്യം വാശിൻ്റെ പുറത്ത് ഞാൻ ഇറങ്ങിപ്പോ പറഞ്ഞതാ. അല്ലാണ്ട് ഇപ്പം നീ എന്നെ മാത്രം തെറ്റുകാരിയാക്കുക.
ആ അതൊക്കെ ശരി തന്നെയാ. പക്ഷെ മേലെനിക്ക് പണിയെടുക്കാന്ന് പറഞ്ഞാലേ അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഇത്രയും കാലം ചേച്ചി ഉള്ളതുകൊണ്ട് അല്ലലില്ലാണ്ട് കഴിഞ്ഞു. ആ അതന്നെ എനിക്കും പറ്റിപ്പോയത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പണിക്കോ പാട്ടിനോ ഞാൻ പോയിട്ടില്ലല്ലോ. മിണ്ടാതിരുന്ന് തിന്ന് കണ്ടു. ഇനിയിപ്പം ഈ വയസ്സാം കാലത്ത് എന്തെങ്കിലും പണിക്ക് പോണ്ടേ ഞാൻ? അല്ലേടി, അവളെന്തോ അക്ഷയ സെന്ററിൽ പോയി നിൽക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ? നീ അത് തൽക്കാലം നോക്ക്, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്ക്. അക്ഷയ എന്നെ നല്ലത് തോന്നുന്നു. അതാകുമ്പോൾ മിണ്ടാതെ കമ്പ്യൂട്ടറിൽ കുത്തി കുത്തി ഇരുന്നാൽ പോരെ. വേറെ എവിടേക്കാണെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും. എന്തായാലും നീ പൊയ്ക്കോ, അതാ നല്ലത്. പിന്നെ എനിക്കൊന്നും കഴിയില്ല അക്ഷയ സെന്ററിൽ പോയിരിക്കാൻ. നല്ല പണിയുണ്ടാകും, ഇരുന്നിട്ടാണ് കൊണ്ടൊന്നും കാര്യമില്ല. എന്തായാലും ഈ മാസത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് കഴിഞ്ഞിട്ടേ അമ്മൻ്റെ കാതിലും കഴുത്തിലൊക്കെ ഉണ്ടല്ലോ, അത് തൽക്കാലം പണയം വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അല്ലാണ്ട് ഞാൻ പഠിച്ച ജോലിക്കല്ലാണ്ടേ വേറെ ഒന്നിനും ഞാൻ പോവില്ലമ്മ. അല്ലേടി, നീ PG ചെയ്യണം, കോയമ്പത്തൂർ കോളേജിൽ പോകണം, ആ സബ്ജക്റ്റ് അവിടെയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവളുടെ അടുത്ത് പറഞ്ഞു. 20,000 വേണം, 30,000 എന്നൊക്കെ. അല്ല അതൊക്കെ എന്ത് ചെയ്യും പറഞ്ഞിട്ടാ? ആ അതിപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. എന്തായാലും അതിനുള്ളിൽ അവൾ വരാണ്ടിരിക്കൊന്നുമില്ലല്ലോ. ആ നോക്കിക്കൊണ്ടിരുന്നോ, അവള് വന്നിട്ട് എല്ലാം തരും. എന്നാലും അവളെ പിണക്കണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു ഇതിൽ എന്തോ പറഞ്ഞു പോയി. ഈ വീട് ചോറും കറിയും തരുമോ? അവളുണ്ടാകുമ്പോൾ പിന്നെ അല്ലലില്ലാണ്ട് കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്താ ദൈവമേ ചെയ്യുക? അവളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിലേ അവൾ അവൻ്റെ ഇവൻ്റെ ഇതൊക്കെ മറിച്ച് തരും. ഇനിയിപ്പോൾ കഞ്ഞി പോലും കിട്ടില്ലെന്നാ തോന്നുന്നത്. അമ്മ സ്വാതി വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാം. വെള്ളയൊക്കെ വിശ്വസിച്ചിരുന്ന അതോ ഗതിയാകുന്ന തോന്നണത്. അച്ഛോ, വീടെന്തായാലും അടിപൊളിയായി. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പോലും അമ്മ ഇത്രയും വൃത്തിയാക്കി വെച്ചിട്ടില്ല. ഇതിപ്പോൾ അടിച്ച് വാരി തുടച്ച് ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ ചേച്ചി? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും ഇതെല്ലാ പണികളും ചെയ്യുന്നത് തന്നെയാ. അല്ല ചേച്ചി ഇപ്പം ജോലി കിട്ടാൻ വന്നായിരിക്കില്ലേ? ആ അച്ഛോ, അല്ല നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് എപ്പോഴെത്തി? 4-5 ദിവസമായി ചേച്ചി വന്നിട്ട്. പിന്നെ ചേച്ചി അന്ന് എന്തോ വർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തെങ്കിലും ശരിയായോ? ഇല്ല, ഞാൻ അന്വേഷിച്ച ഇവിടെയൊക്കെ ഇപ്പം ആളെടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. അച്ഛൻ അത്രയും ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ വേറെ ഒന്നും അങ്ങനെ നോക്കാനും പോയില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ടൗണിൽ തന്നെ ഒരു തുണിക്കട ഇട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 2 സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് നിൽക്കാൻ പറ്റുമോ? ബില്ലിങ്ങിലാണെങ്കിലും മതി. ആ ഞാൻ നിൽക്കാം, സെയിൽസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല അവരിപ്പോൾ എത്ര സാലറി തരിക? അവരിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാ ചേച്ചി. എന്തായാലും സ്റ്റാർട്ടിങ് ഒരു 12,000 തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ മെല്ലെ മെല്ലെ കൂട്ടിത്തരുമായിരിക്കും. 12 എന്നാ പിന്നെ ഞാൻ എന്തായാലും പോവാ. അപ്പം ഇപ്പോൾ പോകുന്ന അവിടെ ചേച്ചി? പെട്ടെന്ന് നിർത്തി അവരെന്തെങ്കിലും പറയോ? ഇല്ല, അവരൊന്നും പറയില്ല. ഞാൻ കഴിഞ്ഞ മാസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തും എന്നുള്ളത്. പിന്നെ ആ സാലറി എനിക്കും ഒന്നും തികയുന്നില്ലേ. അല്ല അവർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടിത്തരാൻ ഒരു നിവൃത്തിയില്ല, കുറേ സ്റ്റാഫുകളുണ്ടല്ലോ. ആ എന്നാൽ പിന്നെ ചേച്ചിക്ക് എപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് പറഞ്ഞാൽ മതി, ഞാൻ അവനോട് പറയാം. ആ എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടും, അത് കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞിട്ടാ. എന്തായാലും അവനോട് പറഞ്ഞു വെക്ക് വേറെ ആരെയും എടുക്കണ്ടെന്നുള്ളത്. ഇല്ല ചേച്ചി, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പം അവൻ എന്തായാലും ഞാനൊരു സ്റ്റാഫിനെ കൊണ്ടുവരാമെന്ന് ഉറപ്പ് കൊടുത്തതാ. അവൻ എന്നോട് ചോദിക്കാതെ പിന്നെ ഒന്നും ചെയ്യൊന്നുമില്ല. ഒരുപാട് നന്ദിയുണ്ട് അച്ഛൻ. എന്നാ വാ ചായ കുടിക്കുക. അയ്യോ ഇല്ല ചേച്ചി, ചായ ഒന്നും കുടിക്കുന്നില്ല. പിന്നെ അമ്മയും ഗീതുമൊക്കെ വിളിച്ചോ? ഇല്ല അച്ഛോ, അന്ന് ഇറങ്ങി വന്നേനെ. സോറി ചേച്ചി, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം. പിന്നെ ഞാൻ സാലറി കിട്ടിയതും അഡ്വാൻസ് എന്തെങ്കിലും തരാം കേട്ടോ. ചേച്ചിക്ക് ഇപ്പോൾ 8,000 രൂപയല്ലേ സാലറി ഉള്ളൂ, അതിൽ നിന്നൊക്കെ അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞാൽ അതിനൊന്നും ആവശ്യമില്ല ചേച്ചി. ഇനിയിപ്പോൾ ചേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ 1000 2,000 ആയിട്ട് വാടകയായിട്ട് തന്നാൽ മതി. അയ്യോ അഡ്വാൻസ് വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും പറയില്ലേ? അച്ഛനമ്മ തന്നെ ചേച്ചി പറഞ്ഞത് ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കണ്ടെന്ന്. എത്ര കഷ്ടപ്പെട്ടാ ചേച്ചി ഇവിടെ വരെ വന്നെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമല്ലേ. സ്വന്തം കുടുംബക്കാരെയൊക്കെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങളും കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ എന്ത് നാട്ടുകാരാ. എന്നാൽ ശരി ചേച്ചി, അവൻ വിളിച്ചപ്പോൾ ഞാനത് പറയാൻ പറഞ്ഞിട്ട് വന്നായിരുന്നു. ശരി.
എവിടേക്കാ? കോടാലിയല്ല പെണ്ണെ, കുന്തം. രാവിലെ തന്നെ എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കല്ലേ. ഇനി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ പട്ടിണി കിടന്ന് മനുഷ്യൻ ചാകും. നിന്റെ അടുത്തൊന്നും പണിക്ക് പോകാൻ നീ ഒട്ട് കേൾക്കണില്ലല്ലോ. ആ ഭാസ്കരൻ നായരുടെ പറമ്പിൽ എന്തോ പണിയുണ്ട് അത്രേ. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. വൈകുന്നേരം ആകുമ്പോഴേക്കും 300 കിട്ടുമല്ലോ. അയ്യോ, അമ്മ പറമ്പ് കൊത്താൻ പോവാ. പെണ്ണെ പോവാൻ നോക്കിയോ, അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അമ്മ, എൻ്റെ റീചാർജ് തീർന്നിരിക്കുക. എനിക്ക് റീൽസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അമ്മ വൈകിട്ട് പണി കഴിഞ്ഞ് വരുമ്പോഴേ ആ പൈസ എനിക്ക് റീചാർജ് ചെയ്യാൻ തരണേ. ആ, നോക്കിയിരുന്നു കേട്ടാ. വരുമ്പോഴത്തേക്കും നിനക്ക് റീചാർജ് ചെയ്യാനും പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനും ചെരുപ്പ് വാങ്ങിക്കാനുള്ള പൈസയൊക്കെ അമ്മേൻ്റെ അടുത്ത് ഉണ്ടാകും. പെണ്ണെ മര്യാദയ്ക്ക് അക്ഷയിലുള്ള പണിക്ക് പൊയ്ക്കോ. ഞാൻ വരുമ്പോൾ ആ വീട്ടിൽ റീൽസും ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. അമ്മ കുമ്മ പോയിക്കോ പെണ്ണെ അവിടുന്ന്. എനിക്ക് പണിക്ക് പോകാൻ സമയമായി. വല്ലാത്ത അമ്മ തന്നെ. ഓ, ഈ പെണ്ണിനെ പഠിപ്പിച്ചാൽ ദേവികനെ വെറുതെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. അതാണെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കുകയും ചെയ്ത് പണിയെടുത്ത് കുടുംബം നോക്കും. ഇനി ഈ വയസ്സാം കാലത്ത് എന്തൊക്കെ കോലം കെട്ടണോ ദൈവമേ. അയ്യോ അയ്യോമേ, മതിയായി. അയ്യോ, എന്താ സൗദാമിനിയെ, പണി കഴിഞ്ഞോ? ഓ ഭാസ്കരേട്ടാ, ആ വരമ്പൊക്കെ കൊത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ തുവരയും പയറൊക്കെ തന്നല്ലേ, അതൊന്ന് കുത്തിയിട്ടൂടെ വരമ്പില്? ആ, കുറേ ആയില്ലേ പണിയൊക്കെ ചെയ്തിട്ട്. കയ്യും കാലും ഒന്നും ആവണില്ല. അതപ്പോൾ കുറച്ച് നേരം ഇരുന്നത്. എന്നാ പിന്നെ നാളെ വരണമെന്നില്ല. ഞാൻ അറിയുന്ന ആൾക്കാരനെ ആരെയും വിളിക്കാം. അയ്യോ ഭാസ്കരൻ നായരെ, അങ്ങനെ പറയല്ലേ. എനിക്ക് അത്രയും ഗതികേടായതുകൊണ്ടാ. കാലത്തെന്താ പറഞ്ഞ്? വരമ്പും വൃത്തിയാക്കി പയറും കുത്തിയിട്ട് തരാന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നാ 250. 250? 250 കൂടുതലാണ്. പറഞ്ഞ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ട് പൈസ മാത്രം കൂടുതൽ വേണമെന്നാ പറയാം. എന്നാ അപ്പടിക്ക് ആദ്യമായിട്ട് പണിക്ക് വന്നോണ്ടാ എനിക്ക് ഇത്ര സ്ലോ ആയതേ. ഇപ്പൊ ഒരു ലെവലൊക്കെ മനസ്സിലായിട്ടുണ്ട്. നാളെ തൊട്ട് ഞാൻ നന്നായിട്ട് ചെയ്യാം. നന്നായി പണിയെടുത്താലേ പറഞ്ഞ കൂലി തരാൻ. അല്ല, ഇവിടെ കളപറിക്കാൻ വന്ന പെണ്ണുങ്ങളൊക്കെ അവിടെ പോയോ? അവരൊക്കെ അപ്പോഴേ പോയേ ഉള്ളൂ. ഭാസ്കരേട്ടൻ്റെ മോൻ വന്നിട്ട് അവർക്കൊക്കെ കൂലി കൊടുത്തേ. അപ്പോൾ എൻ്റെ എവിടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ വരും, എനിക്കറിയില്ല പറഞ്ഞിട്ട് പോയി. അതാ അപ്പം ഞാൻ പണി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നത്. ആ, അത് അവനറിയില്ലായിരുന്നു. നീ പെട്ടെന്ന് വന്ന് പണി വേണം പറഞ്ഞപ്പോൾ ഞാൻ തന്നല്ലേ. ഓ, വലിയ ഉപകാരമുണ്ട് ഭാസ്കരൻ നായരെ. നന്ദിയൊന്നും വേണ്ട, പറഞ്ഞ പണി വൃത്തിയായി ചെയ്താൽ മതി. നാളെ വരുമോ? നാളെ എന്തായാലും വരും, ലീവാക്കൊന്നുമില്ല. എന്നാ കണ്ടം പൂട്ടാനേ ആള് ട്രാക്ടർ വരും. ഞാനെന്നാ പോട്ടെ. ഓ, ഓ വല്ലാത്തൊരു ഇച്ഛ തന്നെ. പറഞ്ഞ പൈസയും തരില്ല. 50, 200 ഇതുകൊണ്ട് എന്താക്കാനാ? 200, 50, 1, 2. ഓ, അയാൾക്കൊരു 300. ഈ അമ്മ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അമ്മ, അയ്യോ, സ്വപ്നമായിരുന്നോ? എന്താ അമ്മ, എന്താ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ഓ, ഒന്നുമില്ലടി മോളെ. ആ ഭാസ്കരൻ നായരുടെ പറമ്പിൽ പണിയെടുത്തിട്ടേ അയാൾ 250 രൂപ കൂലി തന്നു. അത് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. 250 രൂപയോ? അതിനാണ് ഇത്രയും നേരം കിടന്ന് എണ്ണുന്നത്? കഷ്ടം തന്നെ. ഓ, എന്ത് കഷ്ടം. ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാളും കഷ്ടമാണ്. ഒരു പണിക്ക് പോവാൻ അവളോട്ട് കേൾക്കണമില്ല. ഇവിടുത്തെ അവസ്ഥ എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടാ? ഈ വയസ്സാം കാലത്ത് എന്നാലും നീ എന്നെ പണിക്ക് വിട്ടില്ലടി പെണ്ണേ. ഞാൻ പണിക്ക് വിട്ടുന്നോ? ദേ അമ്മ ഓരോ സ്വപ്നം കണ്ടിട്ട് എൻ്റെ മേലെ കുതിര കയറാൻ വരില്ലേ? അവള് പോയിട്ടിപ്പോൾ 1.5 മാസമായി. അന്ന് വാങ്ങിച്ചെന്ന സാധനങ്ങളെ എല്ലാം കഴിഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെയോ ഇസ്കി ചെലവാക്കിയിട്ടതാ. 1 മാസം നിൽക്കേണ്ടത് 1.5 മാസം എത്തിച്ചു. ഇനിയും മുന്നോട്ട് പോയില്ല കേട്ടാ. ഇനി നടക്കില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാനാ അമ്മ? അന്ന് ഞാൻ പറഞ്ഞല്ലേ
തൽക്കാലം അമ്മന്റെ കയ്യിലും കഴുത്തിലുള്ളതൊക്കെ വെക്കുക, പണയം വെക്കുകയോ ചെയ്തിട്ടേ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. കഷ്ടം തന്നെ. എന്നാലും ഈ സ്വർണം പണയം വെച്ചിട്ടാണല്ലോ വീട്ടിലേക്കുള്ള അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണത്. വല്ലാത്തൊരു മോളെന്നെ. എന്നാലും നിന്റെ നാവ് കൊണ്ട് പറയില്ല അല്ലേ അമ്മേ ഞാൻ ഒന്ന് പണിക്ക് പോവാന്നുള്ളത്? എൻ്റെ അമ്മ, ഞാൻ ഡിഗ്രി ചെയ്തതേ ആ അക്ഷയ സെന്ററിൽ പോയിട്ട് കമ്പ്യൂട്ടർ കുത്തിക്കൊണ്ടിരിക്കാനില്ല. എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഓഫീസ് ജോലികൾ വന്നാൽ ഞാൻ പോവും, അല്ലാണ്ട് വേറൊന്നും ഞാൻ പോവില്ല. ഓ, എൻ്റെ മോള് ഏത് നേരവും റീൽസും ചെയ്ത് തിന്നും കിടന്നുറങ്ങിയും കൊണ്ടിരുന്നോട്ടാ. 3 നേരം തിന്നാനുള്ളത് വേറെ ആരെങ്കിലും കൊണ്ട് തരുവടേ. നാളെ തൊട്ട് മര്യാദയ്ക്ക് പണിക്ക് വയ്ക്കോ. അമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? എന്താടി, ഇത്രയും കാലം എന്തെങ്കിലും ഒരു പണി ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാ? എപ്പോഴും പഠിച്ചോ നീ ഒരു പണിയും ചെയ്യണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അത്രയും എനിക്ക് വയ്യാത്തോണ്ടാ. പിന്നെ ഈ വയസ്സാം കാലത്ത് ഞാൻ കണ്ടവരുടെ പറമ്പ് വൃത്തിയാക്കാൻ പോണാ? എന്താടി മോളെ, ഒന്ന് മനസ്സിലാക്കിട്ട് നാളെ തൊട്ട് പോവാൻ നോക്ക്. ഓ, ഈ അമ്മനെ കൊണ്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ നാളെ ഒന്ന് പോയി നോക്കട്ടെ. പണി ഉണ്ടെങ്കിലല്ലേ പോകേണ്ട ആവശ്യമുള്ളൂ. പണി ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്ക്. എന്തായാലും അവിടെയൊക്കെ ഉണ്ടാകും. ഓരോ സ്കൂളിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കുകളല്ലേ. എന്തായാലും നീ ചോദിച്ചു നോക്ക്. ആ, മനുഷ്യന് തല വേനിക്കണു. അമ്മ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിത്താ. അതിന് പാലില്ല, കട്ടൻ ചായ മതിയാ. കട്ടൻ ചായക്ക് കട്ടൻ ചായ. അമ്മ എന്തെങ്കിലും വേഗം ഉണ്ടാക്കിത്താ. അതിന് പൊടിയും പഞ്ചസാരയൊക്കെ കുറവാ. നോക്കട്ടെ നിനക്കുള്ളത് കിട്ടുമെന്ന്. എന്നാലും ഇത്രയും ദാരിദ്ര്യമായി പോയല്ലോ ദൈവമേ. ദേവികേ, ദേവികേ, ഈ സമയത്ത് ആ ചേച്ചിയായിരുന്നോ? നിങ്ങളുടെ വീടല്ലേ ഇത്? പിന്നെ അവിടെ തന്നെ നിന്ന് കയറിക്കൂടായിരുന്നോ? ഞങ്ങളുടെ വീടൊക്കെ തന്നെ, പക്ഷെ ഇപ്പം മോളല്ലേ ഇരിക്കണത്. എന്താ ചേച്ചി, എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല, അവിടെ വേലിൻ്റെ അടുത്ത് 2 പുളിമരം ഉണ്ടല്ലോ, അത് മുറിക്കാൻ വേണ്ടി ആള് വരാൻ വന്നിട്ടുണ്ട്. മഴക്കാലമൊക്കെ അല്ലേ, വീണ് പറഞ്ഞാൽ നമ്മൾക്കല്ലേ അത് ബുദ്ധിമുട്ട്. ആ, അല്ല ഞാൻ നിൽക്കണോ? വേണ്ട, നീ ജോലിക്ക് പോയിക്കോ. ആ പിന്നെ പുതിയ അവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അച്ഛൻ തന്നെയാണല്ലോ അവിടെ ആക്കി തന്നെ. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോണു. ആ, അച്ചു എല്ലാ കാര്യം പറയുന്നുണ്ട്. അമ്മയും അനിയത്തി ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല അല്ലേ. ചേച്ചി കയറിയിരിക്കേ, ഞാൻ കഴിഞ്ഞിട്ട് കീ തന്നിട്ട് പോവാം. ഇത് കഴിയുമ്പം എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ മതി. വേണ്ട വേണ്ട, സമയമായാലേ വീട് പൂട്ടിയിട്ട് നീ പോയിക്കോ. ഞാനിവിടെ ഇരിക്കുക, അവരിപ്പോൾ വരും. ശരി ചേച്ചി, ഞാൻ പോകാൻ വേണ്ടി റെഡിയാവായിരുന്നു. ആ, എന്നാ ശരി, നീ പോയിക്കോ. ആ, എടി ഗീതു, ഇന്ന് ലീവാ? ആമ്മ ഞായറാഴ്ച അല്ലേ? ആ, പിന്നെ ഇന്നലെ സാലറി കിട്ടിയാ നിനക്ക്? പോയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ലേ, കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആഴ്ചയ്ക്ക് തരാൻ പറഞ്ഞു. പിന്നെ അടുത്ത മാസം തൊട്ട് മാസാവസാനം വാങ്ങിക്കാം. അതെന്തായാലും നന്നായി. അല്ല, അപ്പം എത്ര കിട്ടി? എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ ദിവസം 400 അല്ലേ. ഇന്നലെ ഒരാഴ്ചത്തെ 2800 കിട്ടിയിട്ടുണ്ട്. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്. അതൊന്നൊരു 1000 രൂപ എടുത്തിട്ടേ ആ ദാമോദരേട്ടൻ്റെ കടയിൽ പോയിട്ട് തൽക്കാലം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വാ. എപ്പോഴും 1500 വാങ്ങിക്കുക. ഇതിനിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10-20 ദിവസം നിൽക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുക. ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ട് അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് കിട്ടിയ പൈസയാ. അതിങ്ങനെ വെറുതെ ചിലവാക്കാൻ ഞാൻ തരില്ല അമ്മ. വെറുതെ ചെലവാക്കേ? എന്താടി, അപ്പം തിന്നും കുടിക്കൊന്നും വേണ്ടേ? ഈ കഴിക്കാനും കുടിക്കാനും വേണ്ടേ പറഞ്ഞാൽ പരിപ്പും പയറും അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടെന്നാ പറഞ്ഞത്. പുറകിൽ നല്ല പപ്പായയും മുരിങ്ങയും ചീരയൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോൾ പറിച്ച് തൽക്കാലം കറി ഉണ്ടാക്കാമാ. ഇതിപ്പോൾ എനിക്ക് വേറെ ആവശ്യമുണ്ട്. എന്താ ആവശ്യടി? ഈ വീട്ടിൽ ഞാനും നീ മാത്രമല്ലേ ഉള്ളൂ. നിന്റെ അടുത്തല്ലാണ്ട് വേറെ ആരുടെ അടുത്താ ഞാൻ പോയി ചോദിക്കേണ്ടത്? എൻ്റെ അമ്മ അടുത്ത ആഴ്ച കിട്ടുമ്പോൾ തരാം. ഇതെനിക്ക് വേറെ ആവശ്യമുണ്ട്. അവൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ശമ്പളം മുഴുവൻ അമ്മൻ്റെ കൊണ്ട് തരും. 1 രൂപ പോലും അവൾ എടുത്തിട്ടില്ല. നീ എന്താടി മോള് ഇങ്ങനെയൊക്കെ? അതെ അമ്മ, അതൊന്നും പറഞ്ഞു നിൽക്കല്ലേ. അമ്മ ഡോർ അടിച്ചിട്ടൊന്ന് പോയേ, എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. അവനവൻ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ വിലയുള്ളതായി. പാവം എൻ്റെ ദേവിക, നേവരെയായിട്ട് 1 രൂപ പോലും ആ കുട്ടി എടുത്തിട്ടില്ല.
ദേവിക, ഞാൻ എടാ വെറുതെ പുറകെ നടക്കുന്നല്ല, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാ. തൻ്റെ മറുപടി എന്തായാലും അതിപ്പോൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ല ദേവിക. എനിക്ക് തൻ്റെ അവസ്ഥയൊക്കെ നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതൊന്നും ചോദിക്കാതിരുന്നത്. അല്ല, നിനക്കും അറിയാലോ ഞാൻ കുറേ കാലമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണെന്ന്. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും പറയുന്നത് താൻ കേൾക്കാമെന്നുണ്ടോ? ദേവിക ചേച്ചിയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിനോദേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വിനോദേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്നോ? എന്ത് പറഞ്ഞു? ഡയറി മിൽക്ക് വാങ്ങിച്ചു തന്നാ എന്താ പറഞ്ഞു എന്നുള്ളത് പറയാം. ഇല്ലടാ ബി. എടാ ഒന്ന് പറയേ, ഡയറി മിൽക്ക് ഞാൻ വേണമെങ്കിൽ നാളെ വാങ്ങിച്ചു തരാം. അങ്ങനെ ഞങ്ങളെ പറ്റിക്കണ്ട, ആദ്യം വാങ്ങിച്ച എന്നിട്ട് ഞങ്ങൾ പറയാം. ഓ ആയിക്കോട്ടെ, ഞാൻ വാങ്ങിച്ചു തന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലേടാ, നിങ്ങളുടെ വിനോദേട്ടനെ കണ്ടിട്ട് കുറേ ആയല്ലോ, ആളെവിടെ? അതറിയില്ല ചേച്ചി, വീട് പൂട്ടിക്കിടക്കുക, എവിടെ പോയിന്ന് അറിയില്ല. നിനക്കറിയോടാ? അറിയില്ല. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോ, ഞാൻ നാളെ വാങ്ങിച്ചു തരാം, പോരെ? ഓക്കെ ചേച്ചി, താങ്ക് യു. വാടാ നമുക്ക് കളിക്കാൻ പോവാം. എടി മോളെ, നീ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 1 മാസമായില്ലേ? എന്തൊക്കെയോ സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടി വാങ്ങി തന്നു, അതുകൊണ്ട് മാത്രം ആയാ? എന്തെങ്കിലും കുറച്ച് സാധനമോ? ദേ അമ്മേ, 1350 രൂപയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു തന്നില്ലേ? അതെന്താ ചെറിയ പൈസയാ? നല്ല കഷ്ടപ്പാടുണ്ട്. രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ 5 മണി വരെ ആ സിസ്റ്റം നോക്കിയിട്ട് എൻ്റെ തലയൊക്കെ വേദന എടുക്കുന്നത്. മറ്റൊരാളുടെ പോക്കറ്റിൽ പൈസ നമ്മുടെ കയ്യിലെത്തണമെങ്കിലേ അതിന് നല്ല കഷ്ടമുണ്ടമ്മ. ആ, അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എനിക്ക് കാല് തീരെ അനക്കാൻ കഴിയുന്നില്ല, മഴയൊക്കെ ആയില്ലേ, കഷായം കുഴമ്പൊക്കെ തീർന്നിരിക്കുക. അമ്മ ഒരു കാര്യം ചെയ്യുക, ആ മരുന്ന് ബില്ല് മുകളിലെടുത്ത് തരാം. നീ വരുന്ന സമയത്തെ ആ വൈദ്യൻ്റെ കടയിൽ നിന്ന് നമുക്കൊന്ന് വാങ്ങിയിട്ട് വാ. അല്ല, അതിനെത്ര പൈസയാ? അതിപ്പോൾ 2 കഷായം 1 കുഴമ്പുണ്ട്, ഒരു 850 രൂപ ഉണ്ടാവും. 850ഓ? എന്താമ്മ അത്? എന്താടേ, പിന്നെ ഈ കാല് വേദനിച്ചിട്ട് ഞാൻ അങ്ങനെ വലിച്ച് നടക്കണ. തൽക്കാലം ഞാനത് അടുത്ത മാസം വാങ്ങിച്ചു തന്നോളാം. അമ്മ ഇപ്പം എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ. സ്വന്തമായിട്ട് സമ്പാദിച്ചതിന് 1 രൂപ മറ്റുള്ളവർക്ക് തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. എൻ്റെ മോള് നേവരായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം അങ്ങോട്ട് തന്നിട്ടേ ഉള്ളൂ. അവളിനെയാണല്ലോ ഞാൻ പുറത്താക്കിയതെന്ന് ആലോചിക്കുമ്പോൾ. ദേ അമ്മേ, എന്നെ ചേച്ചിയായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കല്ലേ. നല്ല കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ രൂപ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെങ്കിലും സേവ് ചെയ്യണം പറഞ്ഞിട്ടാ. എന്തായാലും അടുത്ത മാസം വാങ്ങിച്ചു തരാം. അമ്മ ഒന്ന് പോയേ. നല്ല മോള്, ഇവളിനെയൊക്കെ ആശ്രയിച്ചാൽ അതോ ഗതിയാകും. നാളെ തൊട്ട് എന്തെങ്കിലും പണിക്ക് പോകണം. ചേച്ചി ഒരു കാര്യം അറിഞ്ഞാ? എന്താ അച്ചു? ചേച്ചിൻ്റെ അമ്മയില്ലേ, അവിടെ ഭാസ്കരന്റെ പറമ്പിൽ പണിയെടുക്കാൻ പോയിട്ടേ അവിടെ നിന്ന് എന്തോ വീണിട്ട് ഇപ്പൊ കാലൊഴിഞ്ഞ് കിടക്കണം അത്രേ. അയ്യോ, എപ്പോ? ഇന്നലെയാണ് തോന്നുന്നു. അമ്മ നേരത്തെ പറയുന്നത് കേട്ടതാ. എന്തായാലും നന്നായി, ചേച്ചിനെ ഒരുപാട് ദ്രോഹിച്ചതല്ലേ, കിടന്ന് അനുഭവിക്കട്ടെ. ചേച്ചിന് കാണാനൊന്നും പോകണ്ട, ഞാനിങ്ങനെ കാര്യം അറിഞ്ഞപ്പോൾ ഒന്ന് വിളിച്ചു പറഞ്ഞതാ. അയ്യോ അമ്മേ, അമ്മയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ഞാൻ പലതവണ പറഞ്ഞതല്ലേ അടുത്ത മാസം സാലറി കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ തരാന്ന്. അപ്പം അത് കേൾക്കാണ്ട് അയാളുടെ പറമ്പിൽ കൊത്താൻ പോയതല്ലേ. എന്നിട്ട് ഇപ്പം എന്തായി? എന്താടേ, അത്രയും വയ്യാത്തോണ്ടാ മരുന്ന് വാങ്ങിക്കൊന്ന് പൈസ തരുമോ ചോദിച്ചത്. അപ്പൊ നിനക്ക് തരാൻ പറ്റില്ല പറഞ്ഞ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നിട്ട് ഇപ്പം എന്തായി? ഞാൻ ഓരോ മാസം സാലറി കിട്ടുമ്പോൾ കുറച്ച് സേവ് ചെയ്ത് വെക്കായിരുന്നു. അതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർത്തപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ? എന്താടേ, ഞാൻ നിന്റെ അമ്മയല്ലേ, എനിക്ക് വേണ്ടി പൈസ ചെലവാക്കിയാൽ ഇങ്ങനെ കണക്ക് പറയേണ്ട കാര്യമുണ്ടാ? അങ്ങനെയാണെങ്കിൽ ദേവിക എന്തൊക്കെ പറയണം? നേവരെയായിട്ട് എൻ്റെ കുട്ടി എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടാ? ആ, ചേച്ചിനെ പോലെയല്ല ഞാൻ. ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായടേ, 2 മക്കളെയും ഞാൻ വേർതിരിച്ച് കണ്ടു. അവളെക്കാളും സ്നേഹം നിനക്ക് തന്ന തലയിൽ കയറ്റി നടത്തി. ഇപ്പൊ നീ ഇങ്ങനെ ഒരു ദുഷ്ടത്തരം ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.
ഓ, ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ ലീവ് ആക്കിയതാ. ഇനിയിപ്പോ അമ്മയ്ക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനിയും ലീവ് എടുക്കേണ്ടി വരും. എന്നെ നോക്കാൻ വേണ്ടി ഇപ്പം ആരും ലീവ് എടുത്തിരിക്കൊന്നും വേണ്ട. അവനവൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ വലുത്, അതാദ്യം നടക്കട്ടെ. എന്തായാലും വീണ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ, അതേ വലിയ ഉപകാരം മോളെ. ഇത്രയായിട്ട് അമ്മന്റെ അഹങ്കാരത്തിന് ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇന്നത്തെ പൈസ മുഴുവൻ ചെലവാക്കി ഞാൻ ഒറ്റ ഒരുത്തിയാ. ആ ബോധത്തോടെങ്കിലും ഒന്ന് സംസാരിക്ക്. എന്നാ 1 പവൻ ഉണ്ടാകും. എന്തായാലും നീ ചെലവാക്കിയതിനേക്കാളും പൈസ ഇത് വിറ്റാ കിട്ടും. എന്നാ ഇതന്നെയല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. അന്ന് ഇപ്പൊ സാധനങ്ങൾക്ക് കഴിയാറായി പറഞ്ഞപ്പോഴേ സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്വൈര്യം തരാണ്ട് ജോലിക്ക് പോ പറഞ്ഞുകൊണ്ടേയിരുന്നല്ലേ. ഇപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ കിട്ടിയപ്പോ എന്തായി? എന്തായാലും ദൈവം പറഞ്ഞ ഒരാളുണ്ട്. എൻ്റെ മകളെ ഞാൻ അത്രയും ദ്രോഹിച്ചു, അതിന് എനിക്ക് കിട്ടിയ ശിക്ഷയാ. അതിങ്ങനെ അനുഭവിച്ചെന്നെ തീർക്കണം. അയ്യോ, ഇനിയിപ്പോ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. പൈസക്ക് പൈസ തന്നെ വേണം. എൻ്റെ അടുത്താണെങ്കിൽ 5-ന്റെ പൈസ ഇല്ല. എന്നാലും അവൻ്റെ അടുത്ത് കടം വാങ്ങിച്ചിട്ടാ ഹോസ്പിറ്റലിൽ ബില്ലടച്ചത്. എന്തായാലും ഇത് കൊണ്ടുവച്ചിട്ടേ പൈസ ഞാൻ കൊടുക്കട്ടെ. പുള്ളിയാണല്ലോ ഇത്രയും സ്നേഹിച്ചത്. അല്ല ചേച്ചി ഇത് എങ്ങോട്ടാ? അച്ഛോ, എനിക്കൊരു സമാധാനമില്ല. ഞാൻ അമ്മനെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുക. എനിക്കറിയായിരുന്നു ചേച്ചിയല്ലേ ആള്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. എന്തായാലും അമ്മയല്ലേ മോനെ. വീണു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഇരുന്നിട്ട് ഇവിടെ ഒരു സമാധാനമില്ല. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചി സ്നേഹിക്കുന്നതിന്റെ ഒരു അംശം പോലെ അവർ തിരിച്ചു കാണിക്കുന്നുണ്ടാ? സ്വന്തം മോളല്ലേ, വീട് വിട്ട് ഇറങ്ങി പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു ഇന്നേ വരെ അവർ അന്വേഷിക്കുന്നുണ്ടാ? ഇതിപ്പോ 2 മാസത്തോളം ആയില്ലേ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവമൊക്കെ സാഹചര്യത്തിനനുസരിച്ച് മാറും ചേച്ചി. ഇപ്പൊ വയ്യാതെ കിടക്കുകയല്ലേ, അപ്പൊ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കും. ഇനിയിപ്പോ എല്ലാം ഓക്കെ ആകുമ്പോഴേ പഴയതുപോലെ ആവും. അച്ഛോ, എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ എല്ല് പൊട്ടി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ആദ്യം പേടിച്ചു. പിന്നെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നുമില്ല. അടുത്ത ആഴ്ച എന്തോ കെട്ടഴിക്കുന്ന പറഞ്ഞു. ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ ചേച്ചിന് ഇഷ്ടം. വിനോദ ഇവിടെ ഇല്ലേ? കുറേ ആയില്ല കണ്ടിട്ട്. ആ ഭാസ്കരേട്ടാ, ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നു, ചെന്നൈയിലായിരുന്നേ. ഇന്ന് രാവിലെ എത്തിയുള്ളൂ. എന്താ വല്ല ആവശ്യത്തിന് പോയതാ? ഒന്നുമില്ല, കുറേ ആയിട്ട് ഇവിടെ ഒന്ന് മാറി നിൽക്കണമെന്ന് വിചാരിക്കണേ. അമ്മയും കൂടി പോയ പിന്നെ എൻ്റെ ഒരു കമ്പനിക്കാരുണ്ട്, അവൻ ചെന്നൈയിലൊരു വലിയൊരു മൊബൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവനെ കല്യാണമായി. അപ്പോൾ അത് കാരണം നാട്ടിൽ ചെറിയ പരിപാടിയായിട്ട് 1.5 മാസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എന്നോട് അതുവരെ ഒന്ന് അവിടെ നിൽക്കുമോ ചോദിച്ചാ. പിന്നെ അവിടെയൊക്കെ അവിടുത്തെ സ്റ്റാഫാണേ. പിന്നെ അങ്ങ് പോയതാ. അല്ല മോനെ, നിനക്കൊരു കല്യാണം നോക്കണ്ടേ? അമ്മയുള്ള സമയത്താണെങ്കിൽ അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇപ്പം അങ്ങനെ ആരും നിർബന്ധിക്കാനില്ലല്ലോ. പെങ്ങളുണ്ട്, അവൾക്കാണെങ്കിൽ 2 കുട്ടികളുണ്ടായിട്ടേ അവൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. നോക്കണം. എന്നാ ശരി, നിന്നെ കണ്ടപ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നാ ശരി കേട്ടാ. ദേവിക, കുറേ ആയല്ലോ കണ്ടിട്ട്. നാട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് വിട്ടു നിന്നായിരുന്നു. ഇന്ന് രാവിലെ എത്തിയത്. അപ്പോൾ കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടായിരുന്നു. അവനാ ദേവീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പം അവൻ്റെ തറവാട്ടിൽ വാടകയ്ക്ക് നിൽക്കുകയാണല്ലേ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല, വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വീടെത്തും. പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല, കുറച്ച് ദിവസം ഉണ്ടാവോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിവിടെ രാജേഷേട്ടൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നല്ലോ. മൂപ്പർക്ക് ഞാൻ പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ടേ. കാരണം ഒരുപാട് പണികൾ പെൻഡിങ് ഉണ്ട്. എനിക്കും നാട് വിട്ട് പോകാൻ തീരെ താല്പര്യമില്ല.
പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുക പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമാണ്. അത് അമ്മയും ഇല്ലാത്തല്ലേ. പിന്നെ ഞാൻ നാട്ടിലിരുന്നാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ. ജോലിക്ക് മുമ്പ് വരുമ്പോഴൊക്കെ ഒരു ശല്യമായിട്ട്. അല്ല, ഞാൻ കുറച്ച് ദിവസം മാറി നിന്നപ്പോൾ തനിക്കൊരു സമാധാനമായിട്ടുണ്ടാകല്ലേ. ഇത്രയും കാലം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. അമ്മയും അനിയത്തിയും അതായിരുന്നു എൻ്റെ ലോകം. അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളതും. പക്ഷെ പെട്ടെന്നൊരു ദിവസം നീ കുടുംബത്തിന് വേണ്ടി എന്ത് ചോദിച്ചെന്ന് അവർ ചോദിച്ചപ്പോഴേ ഞാൻ സ്റ്റക്കായിപ്പോയി. വിനോദിൻ്റെ പുറകെ നടന്നതൊന്നും എനിക്കൊരു ശല്യമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വിഷമം ഉണ്ടായിരുന്നു, തൻ്റെ അടുത്ത് ഒരു മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞിട്ട്. അല്ല, ഇനിയിപ്പോൾ തൻ്റെ മുന്നോട്ടുള്ള പരിപാടി എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അച്ഛൻ ഇപ്പോൾ പുതിയൊരു ഷോപ്പിൽ പണിയാക്കി തന്നിട്ടുണ്ട്. അവിടെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടേ. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് +2 എഴുതിയെടുക്കണമെന്നുണ്ട്. അന്ന് +1 നിർത്തിയതല്ലേ. എന്തായാലും നന്നായി. പഠിക്കുന്ന സമയത്തേ താൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നില്ലേ. സാഹചര്യം കൊണ്ട് നിർത്തിപ്പോയല്ലേ. എന്തായാലും മുന്നോട്ട് പഠിക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ശരി. വിനോദ്, നാട്ടിൽ തന്നെ നിന്നൂടെ? അതല്ലേ കുറച്ചുകൂടി നല്ലത്. എന്നാ പോകുന്നില്ല. ചേച്ചി, കുറേ സമയമായി വന്നിട്ട്? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ഈ സമയത്തല്ലേ ജോലി വിട്ട് വരിക? പിന്നെ അച്ചൂടെ ഇല്ലേ ചേച്ചി? കുറേ അവനെ കണ്ടിട്ട്. വീട് പണി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിന്റെ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ വർക്ക് ചെയ്യുന്നവിടെ കുറേ ആയി പോകാൻ തുടങ്ങിയിട്ട് സാലറി ഒന്നും കൂട്ടണില്ല. ആകെ 25,000 ഉള്ളൂ. അപ്പൊ ഗൾഫിൽ പോയാലോ പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്, അതിന്റെ ഒക്കെ തിരക്കിൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, അതാണല്ലേ ഇപ്പൊ അവൻ ഇങ്ങോട്ടൊന്നും കാണാത്തത്. ആ മോളെ, ഈ വീടും സ്ഥലവും നോക്കാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നേ. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വില കിട്ടും. ഇത് വിൽക്കുകയാണെങ്കിലേ അവന് പിന്നെ ഗൾഫിൽ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കടങ്ങളൊക്കെ തീർത്തിട്ടേ ചെറിയൊരു ബിസിനസ് ചെയ്യാനുള്ള പൈസ കിട്ടുമല്ലോ. പക്ഷേ നിന്റെ അടുത്ത് ഈ കാര്യം പറയാൻ അവനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. അയ്യോ, അവൻ എന്തിനാ എൻ്റെ അടുത്ത് പറയാൻ എത്ര ബുദ്ധിമുട്ട്? ചേച്ചി എപ്പോഴാച്ചാ പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു തരാം. പിന്നെ അവൻ്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാം. അവർ ഞായറാഴ്ച കാണാൻ വരാന്നാ പറഞ്ഞത്. ഇഷ്ടപ്പെടുകയാണെങ്കിലേ പെട്ടെന്ന് കച്ചവടം ഉറക്കും. ഇതിപ്പോൾ ഇന്ന് 25 ഞാൻ എന്തായാലും 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒഴി അയച്ചു. പെട്ടെന്നൊരു വീട് കിട്ടുക പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാം, അവർ റെഡി ആയി തരും. വേണ്ട ചേച്ചി, അവൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതും കൂടി വേണ്ട. വീട് ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി മോളെ, ഞാനത് പറയാൻ വേണ്ടി വന്നതാണ്. ശരി. എന്താ ദേവികേ, എന്താ കാര്യം? അയ്യോ, ഇതിന് ഇപ്പം തന്നെ വന്നത്. ഞാൻ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വരാൻ പറഞ്ഞതാ. അത് സാറല്ല, വർക്ക്ഷോപ്പിൽ ഇപ്പോൾ കുറച്ച് പണി കുറവാണ്, മഴയൊക്കെ അല്ലേ. പെട്ടെന്ന് ഫോൺ ചെയ്തിട്ടൊരു കാര്യം പറയാണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നിട്ട് എന്താ? വേറൊന്നുമല്ല, ഈ വീടും സ്ഥലമേ അവർക്ക് വിൽക്കാനുള്ളൊരു പരിപാടി ഉണ്ട്. പെട്ടെന്ന് തന്നെ കച്ചവടമാവുന്നാണ് പറഞ്ഞത്. അപ്പം ഈ മാസം തന്നെ വേറെ എവിടെയെങ്കിലും ഒരു വാടക വീട് എനിക്ക് റെഡിയാക്കി തരാൻ പറ്റുമോ? തിരികെ ഞാനും നാട്ടിലെത്തിയ പിന്നെ തന്നോടൊരു കാര്യം പറയണം വേണ്ടി വിചാരിക്കുമായിരുന്നു. അല്ല, ഇനിയിപ്പോൾ വേറെ വാടക വീടൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ. തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തൻ്റെ വീട്ടിലൊന്ന് ചോദിക്കട്ടെ.
അപ്പം ഞാൻ നാളെ തന്നെ ഇപ്പം എനിക്ക് കുടുംബക്കാർ ഞാൻ പെങ്ങളെ വിളിച്ചോട്ടെ, അവർ അളിയനെ കൂടി വരും. എന്നിട്ടാ അത് ഞാൻ പോട്ടെ. വണ്ടി അമ്മന്ന് ദേവിയേച്ചിനെ കാണാൻ പോയില്ലേ? എന്താണെങ്കിലും സ്വന്തം മോളല്ലേ, അവളെ നമ്മൾ രണ്ടാളും കൂടി അത്രയും ദ്രോഹിച്ചിട്ടില്ലേ? ആ പാവത്തിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമ്പോൾ കേട്ടാ ഇത്രയും കാലം പോവാതിരുന്നത്. പക്ഷെ ഒന്ന് കണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനം. എനിക്കും ചേച്ചിനെ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചേച്ചി പെട്ടെന്ന് എന്താ പ്രതികരിക്കാന്നറിയില്ലല്ലോ, അത് പേടിച്ച് മിണ്ടാതിരുന്നതാ. നിന്നെ എന്ത് പറയാനാടി, ആ പാവത്തിന് നിന്നെ അത്ര ഇഷ്ടമാണ്. പോയെത്തിയതും നിന്നെക്കുറിച്ച് കുറേ ചോദിച്ചു. ഇനി അവൾക്ക് PGക്ക് ചേർക്കണ്ടേ, പൈസ എന്താക്കും, ഇപ്പോൾ ജോലിക്ക് പോകണവിടെ കഷ്ടപ്പാടുണ്ടോന്നൊക്കെയാണ് അവൾ ചോദിച്ചത്. അമ്മയ്ക്ക് ചേച്ചിനെ ഇങ്ങോട്ട് വിളിച്ചുവിടായിരുന്നോ? ഞാൻ ചോദിച്ചതാ മോളെ, പക്ഷെ അവൾ വരുന്നില്ല എന്നാ പറഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല, ഇത്രയും കാലം നമുക്ക് രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ലേ ആ പാവം ജീവിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് അവൾക്ക് വേണ്ടി ജീവിക്കട്ടെ, അതാ പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോയില്ല. അല്ലമ്മ, ചേച്ചി കല്യാണം എന്തെങ്കിലും നോക്കണ്ടേ? വന്നതൊക്കെ നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് മുടക്കിയതല്ലേ. അമ്മ അതിനെക്കുറിച്ച് ചോദിച്ചു, അവളുടെ മനസ്സിൽ ആരും ഉണ്ടത്രേ. എന്തായാലും എൻ്റെ കുട്ടി കണ്ടെത്തുന്ന ആളെ നന്മയുള്ളവനായിരിക്കും, അവൾക്കൊന്നും നല്ലതേ വരുള്ളൂ. അതോ കുഞ്ഞൂസിന് അമ്മ ഇത്ര കാലം PSCക്ക് പഠിക്കല്ലേ, ഇന്ന് എക്സാം വേടാ. ഇതിൽ ജയിച്ചു കഴിഞ്ഞാലേ പിന്നെ കുഞ്ഞൂസിന് അമ്മ ക്ലർക്കാണ്, ക്ലർക്ക്. എന്താണ് അച്ഛനും മോനും കൂടി ഒരു സംസാരം? നിന്നൊന്ന് ബോറടിച്ചോ? എത്തിയോ? ഞങ്ങൾക്ക് എന്ത് ബോറടിക്കാൻ, ഇതൊക്കെ ശീലമല്ലോ കുഞ്ഞൂസേ. നോക്ക്, അല്ല എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്, ബാക്കിയൊക്കെ ദൈവം തരുന്ന പോലെ. പോവാ. താൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ, തനിക്ക് എന്തായാലും കിട്ടും. വണ്ടിക്കരെ